എല്ലാവരോടും ഞാൻ നന്ദി അറിയിക്കുന്നു. അപ്പം ഇതിന്റെ ബാക്കി ഭാഗത്തേക്ക് കിടക്കാം. ഞാൻ എൻ്റെ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ എല്ലാവർക്കും കാണാമെന്ന് വിശ്വസിക്കുന്നു. ആരെങ്കിലും ഒന്ന് ഓ താങ്ക് യു. അപ്പൊ ഇവിടെ നമ്മളുടെ ആരാധനായ നമ്മുടെ MD സമീർ സാർ, അദ്ദേഹം വലിയൊരു വിഷണറിയനാണ്, വലിയൊരു കാഴ്ചപ്പാടുള്ള വ്യക്തിയാണ്. കാരണം അദ്ദേഹത്തിലെ ഇന്ത്യയിലുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് സാമ്പത്തിക സ്വാതന്ത്ര്യത്തിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയ കാഴ്ചപ്പാടോടുകൂടിയാണ് മോദി കെയർ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ഇന്ത്യയിൽ ആരംഭിച്ചത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഇവിടെ പറയുന്നുണ്ട്. പരിവർത്തന എന്നാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാമിന്റെ പേര്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. പരിവർത്തനം നമ്മളുടെ ഒരു പുഴുവിൽ നിന്ന് പൂമ്പാറ്റയിലേക്ക് എത്തുന്നത് പോലുള്ള ഒരു പരിവർത്തനമാണ് ഇവിടെ സംഭവിക്കുന്നത്. അത് ഇവിടെ പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തിത്വങ്ങൾക്കും അതറിയാവുന്ന കാര്യമാണ്. നമ്മുടെ ജീവിതത്തിലെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു വിപണന രീതി അല്ലെങ്കിൽ ഒരു ബിസിനസ്സാണ് നമ്മുടെ മോദി കെയർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കോട്ട് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. സോച്ച് ബദലോ ഗുഡ്കോ ബദലോ ദുനിയ ബദലോ. നമ്മളുടെ ചിന്തകളെ മാറ്റിക്കൊണ്ട്, ചിന്തകളെ നമ്മൾ മാറ്റാൻ തയ്യാറാണെങ്കിൽ, ഇത്ര നാൾ ചിന്തിച്ചതിന്റെ അകത്തുകയാണ് ഇപ്പോഴത്തെ നിങ്ങളെന്ന് നമ്മൾ പല മഹത് ഗ്രന്ഥങ്ങളിലും വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ചിന്തകളെ ഒന്ന് നമ്മൾ മാറ്റാൻ തയ്യാറായാല്, നമ്മളെ തന്നെ ഒന്ന് ആ ചിന്തകൾ വഴി നമ്മളെ തന്നെ ഒന്ന് മാറ്റം ഉൾക്കൊള്ളാൻ തയ്യാറാണെങ്കിൽ ലോകത്തെ തന്നെ നമുക്ക് മാറ്റാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു മഹത്തായ വാചകമാണ്. അപ്പൊ ആ വാചകം, ആ ചിന്തകൾ നമ്മൾ മാറ്റി നമ്മളെ തന്നെ മാറ്റി ലോകത്തെ തന്നെ മാറ്റാൻ നമുക്ക് ഓരോരുത്തർക്കും ശ്രമിക്കാം. ഇപ്പൊ ഈ ബിസിനസ് പരിചയപ്പെടുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ഈ ബിസിനസ്സിലേക്ക് വരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാര്, നമ്മളെല്ലാവരും വളരെ സ്വപ്ന ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ പേറിക്കൊണ്ടാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. പക്ഷേ ഈ സ്വപ്നങ്ങൾ, നമ്മൾ കാണുന്ന സ്വപ്നങ്ങളിൽ എത്രത്തോളം നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, അല്ലെങ്കിൽ നമ്മൾ ആ സ്വപ്നങ്ങൾ നിറവേറ്റാൻ ജീവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും ഒരേ രീതിയിൽ മറുപടി പറയാൻ കഴിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഇന്നത്തെ വരുമാനമാണ് അവിടെ. അപ്പൊ ഇവിടെ കുറെ സ്വപ്നങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. അവിടെ പറയാനുണ്ട് ബിഗ് ഹൗസ്, വലിയ വീട് സ്വപ്നം കാണുന്ന ആൾക്കാരുണ്ടാവാം. ഫാൻസി കാറ്, നല്ല നല്ല കാറുകൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാവാം. അതുപോലെ തന്നെ വിദേശ യാത്രകൾ ആഗ്രഹിക്കുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടാവാം. എഡ്യൂക്കേഷൻ ഫോർ ചിൽഡ്രൻ, നമ്മുടെ കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഓരോരുത്തരുടെ പല സ്വപ്നങ്ങളായിരിക്കാം. റെക്കഗ്നേഷൻ ആഗ്രഹിക്കുന്നവരുണ്ടാവും. പിന്നെ ക്വാളിറ്റി ടൈം വിത്ത് ഫാമിലി, നമ്മുടെ കുടുംബത്തോടൊപ്പം സമയം ചെലവഴിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുണ്ടാവും. അപ്പൊ പല സ്വപ്നങ്ങളും ഉള്ള ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഈ സ്വപ്നങ്ങളിലേക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് വേ ടു ഏൺ മണി, ഇതിലേക്ക് എത്താൻ വേണ്ടിയിട്ട് നമ്മൾ എങ്ങനെയാണ് പണം സമ്പാദിക്കണേ എന്നാണ് ഇവിടെ പറഞ്ഞേക്കുന്നത്. ഇവിടെ ഈ ഒരു സ്ലൈഡ് നമ്മളെല്ലാവരും വളരെ വിശദീകരിച്ച് പഠിക്കേണ്ട കാര്യമുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോബർട്ട് കിയോസാക്കി എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള ധനം സമ്പാദിച്ച ഒരു വ്യക്തിയാണ് അദ്ദേഹത്തിന്റെ റിച്ച് ഡാഡ് പൂർ ഡാഡ് എന്ന് പറഞ്ഞ ബുക്കിൽ ഒരു ഭാഗമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ രണ്ട് കാറ്റഗറിയിൽപ്പെടുന്ന ആളുകളാണ്, രണ്ട് കാറ്റഗറിയിലായിട്ട് തിരിച്ചിട്ടുണ്ട്. ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. അവിടെ രണ്ട് കാറ്റഗറിയിലാണ് ലോകത്തെ ജനങ്ങൾ ജീവിക്കുന്നത്, 4 രീതിയിൽ. അതായത് ഇവിടെ ആക്റ്റീവ് ഇൻകത്തിൽ 2 കാറ്റഗറി ഉണ്ട്. എംപ്ലോയീസ് എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പൊ സർക്കാർ ജോലിക്കാരാവാം, തൊഴിലാളികളാവാം, ഇവരെല്ലാവരും എംപ്ലോയീസ് ആണ്. അവരൊക്കെ ആക്റ്റീവ് ഇൻകത്തിനെ ആശ്രയിച്ച് ജീവിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ സെൽഫ് എംപ്ലോയിഡ്, സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാർ. ഇപ്പൊ ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അങ്ങനെ പല ആൾക്കാരും ഈ സ്വയം തൊഴിൽ ചെയ്യുന്ന ആൾക്കാരാണ്. അവരും ആശ്രയിക്കുന്നത് ആക്റ്റീവ് ഇൻകം. അവർ പ്രവർത്തിക്കുമ്പോൾ മാത്രമേ അവർക്ക് വരുമാനം കിട്ടുന്നുള്ളൂ. അപ്പുറത്തെ ഒരു കാറ്റഗറി എന്ന് പറയുന്നത് പാസീവ് ഇൻകം ആണ്. പാസീവ് ഇൻകത്തില് ഇൻവെസ്റ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പണമാണ് അദ്ദേഹത്തിന് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത്.
ഇത് അദ്ദേഹം പണം പല മേഖലകളിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ പണമാണ് അദ്ദേഹത്തിന് വരുമാനമായിട്ട് മാറുന്നത്. അതുപോലെ ബിസിനസ് ഓണേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു 10-500 ആളുകളെ അവരുടെ അദ്ദേഹത്തിന്റെ കീഴിൽ പണിക്കാരായിട്ട് വെച്ചുകൊണ്ട് അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് നിർത്തിക്കൊണ്ട് അവരുടെ സമയത്തെയും അധ്വാനത്തെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ സംവിധാനം ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ചെയ്യുന്ന ആൾക്കാരെയാണ് ബിസിനസ് ഓണേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഈ രണ്ട് മേഖലയിലുള്ള ആൾക്കാർ പാസീവ് ഇൻകം ആണ് അവർക്ക് കിട്ടുന്നത്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ചെയ്യാത്തപ്പോഴും അവർക്ക് വരുമാനം കിട്ടുന്നു. അവർ ചെയ്യാത്തപ്പോഴും വരുമാനം കിട്ടുന്ന ഒരു സിസ്റ്റം അവർ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് അവർക്ക് അത് എൻജോയ് ചെയ്യാൻ കഴിയുന്നത്. അപ്പൊ ഈ ഇതിലേക്ക് നമ്മൾക്കും എത്തിപ്പെടാൻ പറ്റിയ ഒരു അവസരമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിരിക്കുന്ന മോദി കെയർ നെറ്റ്വർക്ക് മാർക്കറ്റ്. സോറി. ഇപ്പൊ ഈ വരുമാനം ഉണ്ടാക്കാൻ ബിസിനസ് ചെയ്തേ വരുമാനം ഉണ്ടാക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു. നമുക്ക് എല്ലാവർക്കും വരുമാനം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ബിസിനസ് ചെയ്യണം. അപ്പൊ നിലവിലൊരു ബിസിനസ് രീതി നമ്മളുടെ രാജ്യത്ത് നിലകൊള്ളുന്നുണ്ട്, ഒരു ട്രഡീഷണൽ ബിസിനസ്. അത് ആ ട്രഡീഷണൽ ബിസിനസ് അത് പരമ്പരാഗത വിപണന രീതിയിൽ ഒരു കസ്റ്റമറായിട്ടുള്ള നമ്മൾക്ക് 100 രൂപയ്ക്ക് കിട്ടുന്ന ഒരു ഉൽപ്പന്നം, അത് എന്തോ ആയിക്കോട്ടെ, ആ ഉൽപ്പന്നം ഒരിക്കലും നമ്മൾ ആ കമ്പനി പോയിട്ട് കിട്ടുന്ന ഒരു സിസ്റ്റം ഇന്ന് നിലവിലില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും തന്നെ തൊട്ടടുത്ത റീറ്റെയിൽ ഷോപ്പിലോ പോയിട്ടായിരിക്കും ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നത്. ഒരിക്കലും കമ്പനിയിൽ നിന്ന് ഉൽപ്പന്നം വാങ്ങുന്ന ഒരു സിസ്റ്റം ഇല്ലാത്തത് കൊണ്ട് തന്നെ കമ്പനി നമ്മളിലേക്ക് ഉൽപ്പന്നം എത്തിക്കാൻ വേണ്ടി ഒരുപാട് ഇടനിലക്കാരെ ഇവിടെ വെച്ചിട്ടുണ്ട്. അതായത് ഒരുപാട് മീഡിയേറ്റേഴ്സ് കൈമറിഞ്ഞാൽ മാത്രമേ ഒരു ഉൽപ്പന്നം സാധാരണ കസ്റ്റമേഴ്സിന്റെ കയ്യിലേക്ക് എത്തുള്ളൂ. ഇപ്പൊ 100 രൂപക്ക് നമ്മൾ വാങ്ങുന്ന ഉൽപ്പന്നം ശരിക്ക് പറയാന്നുണ്ടെങ്കിൽ കമ്പനിക്ക് ഒരു 35 രൂപ ലാഭം ഉൾപ്പെടെ 35 രൂപ കിട്ടിയാൽ മതി. പക്ഷേ നമ്മളിൽ നഷ്ടപ്പെടുന്ന ഒരു 65 രൂപ ഇവിടെ ഈ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മുതൽ ഇടനിലക്കാരും പരസ്യക്കാരും ചേർന്നുകൊണ്ട് വീതിച്ചെടുക്കുന്ന ഒരു സമ്പ്രദായത്തിലാണ് നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അധ്വാനിക്കുന്നതിന്റെ ഏകദേശം 65% ഓരോ ദിവസവും നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങിക്കുന്നത് വഴി നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഈ സിസ്റ്റം നമ്മൾക്ക് ഒരിക്കലും ഇവിടുന്ന് മാറ്റാൻ കഴിയില്ല. കാരണം അത് കാലങ്ങളായിട്ട് നിലകൊള്ളുന്ന ഒരു വിപണന രീതിയാണ്. പക്ഷേ നമ്മൾക്ക് ഓരോരുത്തർക്കും ഈ സിസ്റ്റത്തിൽ നിന്ന് മാറാം. ഇവിടെ നമ്മളുടെ കമ്പനി നമ്മൾക്ക് തരുന്ന ഓപ്പർച്യൂണിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്ട് സെല്ലിംഗിൽ എന്താണ് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്പനിയിൽ നിന്ന് കൺസ്യൂമറിന് നേരിട്ട് ഉൽപ്പന്നങ്ങൾ കിട്ടുന്ന ഒരു സമ്പ്രദായത്തിലേക്ക് നമുക്ക് മാറാം. അപ്പൊ ഇവിടെ കമ്പനിക്കും കൺസ്യൂമറിനും ഇടയിൽ നിൽക്കുന്ന ആ ഇടനിലക്കാരെ മൊത്തം ഒഴിവാക്കിക്കൊണ്ട് നമ്മളെപ്പോലുള്ള ഏതൊരു സാധാരണക്കാരനും കൺസ്യൂമർ അല്ലെങ്കിൽ കൺസൾട്ടന്റ് ആയിട്ട് ഇവിടെ നിന്ന് പ്രവർത്തിക്കാം. അപ്പൊ നമ്മൾക്ക് ഈ പറഞ്ഞ ഇടനിലക്കാരും പരസ്യക്കാരായിട്ടുള്ള വ്യക്തികൾക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഓരോ രൂപയും നമ്മൾക്ക് തന്നെ ഏൺ ചെയ്യാൻ കഴിയും. അതായത് നമ്മൾ അധ്വാനിക്കുന്നതിന്റെ മുഴുവൻ ഫലവും നമ്മൾക്ക് തന്നെ അനുഭവിക്കാൻ പറ്റുന്ന ഒരു സമ്പ്രദായമാണ് ഡയറക്ട് സെല്ലിംഗ്. ഈ ഡയറക്ട് സെല്ലിംഗിന്റെ ബെനിഫിറ്റ്സിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് പറഞ്ഞേക്കുന്നത്. കാരണം നമ്മളിവിടെ ഈ ബിസിനസ്സിലേക്ക് വരുന്നതിന് യാതൊരു വിധത്തിലുള്ള മുതൽ മുടക്കൂല. വളരെ കുറച്ച് പൈസ മാത്രമേ നമ്മൾ ഈ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലുള്ള റിസ്കും ഇല്ല, ലോ റിസ്ക് ആണ്. പിന്നെ നോ പ്രീവിയസ് എക്സ്പീരിയൻസ്, നമുക്ക് ഇതിന്റെ മുൻപരിചയമൊന്നും ആവശ്യമില്ല. ഈ ബിസിനസ് ചെയ്തുള്ള ഒരു പരിചയം ഇതിനകത്ത് ആവശ്യമില്ല. നോ പ്രീമിയസ് റെക്കോർഡ്, ഈ ബിസിനസ് ചെയ്യാനായിട്ട് നമ്മൾ ഗോഡൌണോ അല്ലെങ്കിൽ ഷോറൂമുകളോ ഒന്നും ക്രിയേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ നോ മാൻ പവർ റെക്കോർഡ്, നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ബിസിനസ് ചെയ്യാനായിട്ട് ജോലിക്കാരെ നിയമിക്കേണ്ട ആവശ്യമില്ല. പാസീവ് ഇൻകം, നേരത്തെ ഇവിടെ നമ്മൾ സംസാരിച്ചായിരുന്നു, നമ്മൾക്ക് അധ്വാനിക്കാത്തപ്പോഴും വരുമാനം കിട്ടുന്ന ഒരു ഓഫർ കമ്പനി ഇവിടെ നമുക്ക് തരുന്നുണ്ട്. ടൈം ഫ്രീഡം, ഇവിടെ നമുക്ക് സമയത്തിന് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാൻ പറ്റും. പിന്നെ ബിസിനസ് ഫോർ
ജനറേഷൻ, അതായത് തലമുറകൾക്ക് വരെ ഈ ബിസിനസ് വഴി വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ നമ്മുടെ കമ്പനി തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത്രയൊക്കെ അവകാശപ്പെടണമെങ്കിൽ ഇത് ഒക്കെ കിട്ടും എന്ന് ഉറപ്പ് പറയുന്ന ആ കമ്പനിയുടെ സാധ്യത, കമ്പനിയുടെ അടിവേരുകളെ കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമാണ്. കാരണം ഇത്രയൊക്കെ വരുമാന മാർഗങ്ങൾ തരാം എന്ന് പറയുന്ന കമ്പനി എങ്ങനെയുള്ള കമ്പനി ആയിരിക്കണം? ആ കമ്പനിയെ കുറിച്ച് ഇവിടെ പറഞ്ഞിട്ടുണ്ട്. 1996 ഇന്ത്യയിലെ ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് മാർക്കറ്റിംഗ് കമ്പനി, ഡയറക്ട് സെല്ലിംഗ് ഫസ്റ്റ് കമ്പനിയാണ്, നമ്മൾ ഇന്ത്യൻ കമ്പനിയാണ്. അത് 1996 ഇവിടെ കമ്പനി ആരംഭിച്ചത്. നമ്മുടെ ഇന്ത്യയുടെ പേര് മിസ്റ്റർ സമീർ മോദി എന്നാണ്. അദ്ദേഹം ഈ ബിസിനസ് നമ്മൾക്ക് വേണ്ടി ആരംഭിക്കുന്നത് ഇന്ത്യൻ കമ്പനി ആയിട്ട് തന്നെ, അത് ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് ഡയറക്ട് സെല്ലിംഗ് കമ്പനി ആയിട്ട് തന്നെ ആരംഭിച്ചേക്കുന്ന ഒരു പ്രസ്ഥാനമാണത്. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ ഈ ബിസിനസ് പാരമ്പര്യത്തെ കുറിച്ച് നമുക്ക് നോക്കാം. അദ്ദേഹത്തിന്റെ മുത്തച്ഛൻ റായ് ബഹദൂർ ഗുജർമാൾ മോഡി, അദ്ദേഹം വളരെ 1933 കാലഘട്ടത്തിൽ ഒരു 400 രൂപയോളം മുതൽ മുടക്കിയ ഒരു ഷുഗർ ഫാക്ടറി ആയിട്ട് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് മോഡി ഗ്രൂപ്പ്. ഇന്ന് ലോകത്തെമ്പാടും വളർന്ന് പ്രബല വ്യവസായ ഗ്രൂപ്പായിട്ട് മാറിയ ആ ഗ്രൂപ്പാണ് നമ്മൾക്ക് ഈ അവസരം പ്രദാനം ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ മകനായ കെ മോദി ആണ് ഇതിലെ ഈ ബിസിനസിനെ വളർത്തി വലുതാക്കിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ ബീന മോഡി മാം, അവരും ഈ ബിസിനസ്സിൽ വളരെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ 3ാം തലമുറക്കാരനായ സമീർ മോദി സാറാണ് നമ്മളുടെ ഈ ബിസിനസിന്റെ MD. അതിന് അദ്ദേഹത്തിനോട് നമുക്ക് നന്ദി പറയാം. പിന്നെ ഈ ബിസിനസിന്റെ അച്ചീവ്മെന്റ്സ് നോക്കേണ്ടതുണ്ട്. കാരണം ഈ എന്തൊരു ബിസിനസ്സിലും അതിന്റെ അച്ചീവ്മെന്റ്സ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആ ബിസിനസ് ചെയ്യാൻ നമുക്കുണ്ടാകുന്ന മോട്ടിവേഷന് ഗുണം ചെയ്യും. കാരണം 1800ഓളം കോടി രൂപ സെയിൽസ് ഉള്ള ഒരു കമ്പനിയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ 1800 കോടി എന്ന് വെച്ചാൽ പഴയ സ്ലൈഡാണ്, ഏകദേശം ഇന്ന് അതിലും കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ 53 ലക്ഷത്തോളം ഡയറക്ട് സെല്ലേഴ്സ് ഇതിൽ പ്രവർത്തിക്കുന്നു. 5 ലക്ഷം സ്ക്വയർ ഫീറ്റ്സില് ഓഫീസും വെയർ ഹൗസും ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. 18,000 പിൻകോഡ്സിൽ സർവീസ് നടത്തുന്നുണ്ട്. അതായത് 18,000 പിൻകോഡ്സിൽ നമുക്ക് കൊറിയർ സർവീസുകൾ അവൈലബിൾ ആണ്. 14,000 ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സിൽ വഴി നമുക്ക് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നു. അതുപോലെ തന്നെ ഓരോ ദിവസവും 10,000 മെമ്പേഴ്സ് ഇതിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്യുന്നു. 5,000 ടൗൺസിൽ നമ്മളുടെ ഈ ബിസിനസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെ പ്രവർത്തിക്കണം എന്നുണ്ടെങ്കിൽ ഇതിന്റെ നെടുന്തൂണായിട്ടുള്ള നട്ടല്ലായിട്ടുള്ള ഉൽപ്പന്നങ്ങളുടെ മാത്രം പ്രത്യേകത കൊണ്ടാണ് ഈ ബിസിനസ് ഇന്ന് ഇത്രയും വർഷം വളരെ ഫാസ്റ്റ് ആയിട്ട് നല്ല സാധ്യത, നല്ല ടേൺ ഓവറിലേക്ക് എത്തി നിൽക്കുന്നത്. ഈ ബിസിനസിന്റെ നട്ടലായ പ്രൊഡക്ട്സ് ആണ്. 15ഓളം കാറ്റഗറിയിലാണ് നമ്മൾക്ക് ഉൽപ്പന്നങ്ങൾ കമ്പനി തരുന്നത്. അത് ആ കമ്പനി തരുന്ന ഉൽപ്പന്നങ്ങളുടെ മഹിമ കൊണ്ട് മാത്രമാണ് ഈ ബിസിനസ് ഇന്ന് നല്ല സൂപ്പറായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളും അനേകായിരം അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ പോലും വരുമാനം വാങ്ങിക്കുന്നത് ഈ ഉൽപ്പന്നങ്ങളുടെ ടേൺ ഓവറിന്റെ അനുപാതികമായിട്ടാണ്. അപ്പൊ നമുക്ക് 15 കാറ്റഗറിയിലായിട്ട് ആണ് 750ഓളം ഉൽപ്പന്നങ്ങൾ കമ്പനി തരുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കൊടുത്തിട്ടുണ്ട് ഹോം കെയർ, പേഴ്സണൽ കെയർ, ആട്ടോ കെയർ, അതേഴ്സ്, മേക്കപ്പ്, അഗ്രികൾച്ചർ, ലൈഫ് സ്റ്റൈല്, ലേണിംഗ്, സ്കിൻ കെയർ, ജ്വല്ലറി, വാച്ചസ്, ഫുഡ് ആൻഡ് ബിവറേജസ്, വെൽനസ്, ലോണ്ടറി കെയർ ആൻഡ് ഡിവൈൻ. അപ്പൊ ഇത്രയും കാറ്റഗറിയിലായിട്ട് ഉള്ള ഉൽപ്പന്നങ്ങൾ കമ്പനി നമുക്ക് തരുന്നു. നമ്മളോട് കമ്പനി എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, ചേഞ്ച് യുവർ ഷോപ്പ്, നമ്മളുടെ കടയൊന്ന് മാറുക. നമ്മളുടെ കടയൊന്ന് മാറിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മൾക്ക് ഈ പറഞ്ഞ എല്ലാവിധ സാഹചര്യങ്ങളിലേക്കും, ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നതിൽ മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങളിലേക്ക് മാറാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റിയാണ് മോദി കെയർ. മോദി കെയറിലേക്ക് നമ്മളുടെ കടയൊന്ന് മാറ്റി നമ്മൾ ബിസിനസ് ആരംഭിച്ചു കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന നേട്ടം 12 ഏരിയാസിലുള്ള ഇൻകമാണ്. അതായത് സാധാരണ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ജോലിയോ ചെയ്യുന്ന വ്യക്തിക്ക് ഒരു തരത്തിലുള്ള വരുമാനം മാത്രമേ ലഭിക്കുകയുള്ളൂ. ശരിയല്ലേ? അപ്പൊ ഇവിടെ നമ്മളെ സംബന്ധിച്ച് 12 ഏരിയാസിൽ വരുമാനം കിട്ടാൻ പറ്റിയ വേറൊരു ബിസിനസ് ലോകത്തിൽ തന്നെ ഇല്ല. കാരണം ഇവിടെ വ്യക്തമായിട്ട് ഈ മാർക്കറ്റിംഗ് പ്ലാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, ഈ മാർക്കറ്റിംഗ് പ്ലാൻ ഉണ്ടാക്കിയ ആൾ ഭയങ്കര തലയുള്ള ഒരു വ്യക്തിയാണ്. കാരണം
അത്രയ്ക്ക് നല്ല ഒരു മാർക്കറ്റിംഗ് പ്ലാനാണ് കമ്പനി നമുക്ക് വേണ്ടി തന്നിരിക്കുന്നത്. ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പറയുന്നത് സേവിങ്സ് ഓൺ കൺസെപ്ഷൻ. നമ്മുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതിലൂടെ തന്നെ നമുക്ക് വരുമാനം കിട്ടുന്നു. അത് രണ്ടാമതായിട്ട് റീറ്റെയിൽ പ്രോഫിറ്റ്. നമ്മൾ ഉൽപ്പന്നം മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുന്നതിലൂടെ നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് എന്നതിൽ വരുമാനം കിട്ടുന്നു. പിന്നെ 7 to 16% അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ് നമുക്ക് കമ്പനി തരുന്നു. അതൊരു സ്ലാബിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മാസവും നമുക്ക് കറക്റ്റ് ആയിട്ട് കമ്പനി നമ്മുടെ ബാങ്കിലേക്ക് അത് ക്രെഡിറ്റ് ചെയ്ത് തരുന്നു. പിന്നെ 4% ഡയറക്ടർ ബോണസ് പൂള്, 15% പൂള്, 7% ബിൽഡർ ബോണസ് പൂള്, 2% ഡയമണ്ട് ബോണസ് പൂള്, 2% ട്രാവൽ ഫണ്ട്, 5% കാർ ഫണ്ട് പൂള്, 3% ഹോം ഫണ്ട് ബോണസ് പൂള്, 17% ലീഡർഷിപ്പ് പ്രൊഡക്ടിവിറ്റി ബോണസ് പൂള്, 1% ഇയർലി ബോണസ് പൂള്. ഇതിൽ നമുക്ക് ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വരുമാനമാണ് ഇവിടെ ഈ പറഞ്ഞ ലീഡർഷിപ്പ് ബോണസ് പൂള്. പ്രവർത്തിക്കുന്ന ഓരോ വ്യക്തികളും ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അത്രയ്ക്ക് ഒരു അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു വരുമാനമാണ് ആ ലീഡർഷിപ്പ്. പിന്നെ അതുകൂടാതെ കമ്പനി നമുക്ക് 2 പ്രോഗ്രാമുകൾ വഴി വളരെ മികച്ച ലാഭം നമ്മളിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒന്നാമത്തത് ലോയൽറ്റി പ്രോഗ്രാം. ലോയൽറ്റി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ നമുക്ക് ഇന്ന് നിലവിലെ മാർക്കറ്റിൽ നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുന്ന പൈസ കമ്പനി തിരിച്ച് നമ്മളിലേക്ക് എത്തിക്കുന്നതിന്റെ ഒരു പടിയാണത്. അതായത് ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്ന വ്യക്തിക്ക് പോലും ആ തുടർച്ചയായിട്ട് ഒരു 6 മാസം ഉൽപ്പന്നം വാങ്ങിയാൽ അത്രയും വാങ്ങിച്ചത് നോക്കിയുള്ള ഉൽപ്പന്നം 6 മാസം കഴിഞ്ഞ് ഒരു മാസത്തെ ഉൽപ്പന്നം കമ്പനി ഫ്രീ ആയിട്ട് തരുന്നു. അത് 7,000 രൂപയുടെ വരെ ഉൽപ്പന്നം നമുക്ക് ഒരു മാസം ഫ്രീ ആയിട്ട് കിട്ടാൻ പറ്റിയ ഒരു ചാൻസ് ആണ് ലോയൽറ്റി പ്രോഗ്രാം. ഈ ലോയൽറ്റി പ്ലസിലൂടെ നമുക്ക് ഒരു വർഷം തുടർച്ചയായിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ വീണ്ടും ഒരു 2 മാസത്തെ ഉൽപ്പന്നങ്ങൾ കൂടി, അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം നമ്മൾ ഉൽപ്പന്നങ്ങൾ വാങ്ങി ഉപയോഗിക്കുമ്പോൾ 3 മാസത്തെ ഉൽപ്പന്നം ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ ഒരവസരം കമ്പനി നമുക്ക് തരുന്നു. വേറൊരു മേഖലയിലും ഇത് കിട്ടാറില്ല. അപ്പൊ അതിന് നമുക്ക് 7,000 രൂപ വരെ നമുക്ക് ഈ ലോയൽറ്റി വഴി സ്വന്തമാക്കാൻ കഴിയും. അപ്പൊ ഒരു വർഷം നമുക്ക് 21,000 രൂപയുടെ ഉൽപ്പന്നങ്ങൾ ഫ്രീ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാനും വാങ്ങാനും കഴിയുന്ന ഒരു ഓപ്പർച്യൂണിറ്റി ഇവിടെയുണ്ട്. പിന്നെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, സെൽഫ് യൂസ്. നമ്മൾ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ തയ്യാറാവുക. നമ്മൾ മറ്റ് കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചിരുന്ന സ്ഥാനത്ത് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കാൻ നമ്മൾ തയ്യാറായാൽ നമ്മൾക്ക് ഇവിടെ നല്ല വരുമാനം വാങ്ങിക്കാൻ കഴിയും. ഒരു 3,000 രൂപയുടെ ഉൽപ്പന്നം നമ്മൾ വാങ്ങിച്ച് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കൊടുത്തിരിക്കുന്ന കണക്കനുസരിച്ച് റീറ്റെയിൽ പ്രോഫിറ്റ് 600 രൂപ നമുക്ക് കിട്ടുന്നു. അതോടൊപ്പം തന്നെ റീറ്റെയിൽ പ്രോഫിറ്റ് 600 രൂപ എന്ന് വെച്ച് കഴിഞ്ഞാൽ 3,000-ന്റെ ഏകദേശം 20% നമുക്ക് റീറ്റെയിൽ പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ 300 രൂപയുടെ ഫ്രീ പ്രൊഡക്റ്റ് നമുക്ക് കിട്ടുന്നു. അതായത് ഓരോ 1,000 രൂപയ്ക്ക് നമ്മൾക്ക് 100 രൂപ നിരക്കില് ഫ്രീ പ്രൊഡക്റ്റുകൾ കമ്പനി നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ 750 രൂപയുടെ 3,000 രൂപയുടെ ഞാൻ നേരത്തെ പറഞ്ഞ് അതിന്റെ കാൽഭാഗം പൈസ ഓരോ മാസവും നമുക്ക് ലോയൽറ്റി പ്രൊഡക്റ്റിന് വേണ്ടി മാറ്റി വെച്ചിരിക്കുന്നു. അങ്ങനെ 3,000 രൂപയുടെ ഏകദേശം 750 രൂപ ലോയൽറ്റിക്ക് വേണ്ടി മാറ്റി വെക്കുന്നു. അതുപോലെ തന്നെ അക്യുമുലേറ്റീവ് പെർഫോമൻസ് ബോണസ്, ആ 3,000-ന്റെ ഏകദേശം 105 രൂപ നമ്മുടെ ബാങ്കിലേക്ക് ക്രെഡിറ്റ് ആക്കി തരും. മൊത്തം നമ്മൾക്ക് 3,000 രൂപ കൊടുക്കുന്ന വ്യക്തിക്ക് ഏകദേശം 1,755 രൂപയുടെ ഉൽപ്പന്നങ്ങൾ കമ്പനി തിരിച്ചു തരികയാണ്. അപ്പൊ ഏകദേശം പകുതിയിൽ താഴെ പൈസക്ക് നമ്മൾക്ക് ഓരോ ഉൽപ്പന്നം ഉപയോഗിക്കാവുന്ന ഒരു സാഹചര്യം മോദി കെയറിൽ വരുന്ന ഓരോ വ്യക്തിക്കും കിട്ടുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം ഷെയർ. ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റിങ്ങിലൂടെയുള്ള വരുമാനം കിട്ടുന്നതെന്ന് നേരത്തെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഈ ഉൽപ്പന്നങ്ങൾ മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, നമുക്ക് നമ്മുടെ ബന്ധുക്കളോടോ സുഹൃത്തുക്കളോടോ സംസാരിക്കാം, നമ്മുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ട് ഈ ഉൽപ്പന്നങ്ങൾ നമുക്ക് മാർക്കറ്റ് ചെയ്യാം. അതല്ലെങ്കിൽ പിന്നെ വേറെ മൈ മോഡിക്ക ഷോപ്പ് എന്ന് വെച്ചാൽ ഒരു ആപ്പ് നമ്മൾ ജോയിൻ ചെയ്യുന്ന ഓരോ വ്യക്തിക്കും നമുക്ക് ഒരു ഓൺലൈൻ ഷോപ്പ് ക്രിയേറ്റ് ആവുകയാണ്. ആ ഓൺലൈൻ ഷോപ്പ് വഴി അതിന്റെ ലിങ്ക് നമ്മുടെ ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അയച്ചു കൊടുത്ത് അവർക്ക് നേരിട്ട് ഉൽപ്പന്നം കമ്പനിയിൽ നിന്ന് പർച്ചേസ് ചെയ്യാൻ കഴിയും. അവര് പർച്ചേസ് ചെയ്യുന്ന ഉൽപ്പന്നത്തിനും നമ്മൾക്ക് ഇതിന്റെ എല്ലാവിധ
ഓഫറുകളും നമുക്ക് കിട്ടുന്നതായിരിക്കും. അപ്പൊ അങ്ങനെ നമുക്ക് നമ്മളുടെ ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്യാനായിട്ട് കമ്പനി അവസരം നൽകുന്നുണ്ട്. പിന്നെ ഇവിടെ ഷെയർ ചെയ്യുന്നത് ഒരു 4 കസ്റ്റമർക്ക് ഉൽപ്പന്നം ഷെയർ ചെയ്യാൻ നമ്മൾ തയ്യാറാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 5350 രൂപ നമുക്ക് ഒരു 4 കസ്റ്റമർക്ക് ഉൽപ്പന്നം ഷെയർ ചെയ്തുകൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അവസരമാണിത്. അതായത് നമ്മൾ ചെയ്യുന്ന ജോലിയോ ബിസിനസ്സോ എന്തോ ആയിക്കോട്ടെ, അതിന്റെ കൂടെ 4 കസ്റ്റമർ മാത്രം നമുക്ക് ഉൽപ്പന്നങ്ങൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കാൻ കഴിയും. പിന്നെ അടുത്തത് നമുക്ക് സ്പോൺസർ, നമ്മളുടെ പോലുള്ള പ്രവർത്തിക്കാൻ താല്പര്യമുള്ള വ്യക്തികളെ നമ്മൾക്ക് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ കൺസൾട്ടന്റ് ആയിട്ട് നമുക്ക് നിയമിക്കാം. ഫ്രാഞ്ചൈസികൾ രൂപീകരിക്കുന്നത് പോലെ ഈ ഫ്രാഞ്ചൈസി ബിസിനസ് തുടങ്ങുന്നത് പോലെ നമ്മളുടെ ടീമില് നമ്മൾക്ക് വേണ്ടിയിട്ട് പുതിയ പുതിയ ഡിസ്ട്രിബ്യൂട്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്തെടുക്കാനുള്ള ഒരു അവസരം കൂടി കമ്പനി നമുക്ക് തരുന്നുണ്ട്. പിന്നെ ഇതിനൊക്കെ നമ്മളെ പ്രാപ്തമാക്കുന്നതിന്, നമ്മളൊരു ബിസിനസ്സുകാരൻ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പ്രാപ്തമാക്കുന്നതിന് വേണ്ടിയിട്ട് SPBM എന്ന് വെച്ചാൽ സക്സസ് പ്രിൻസിപ്പൽ ബൈ മോഡിക്കെയർ എന്ന് പറഞ്ഞ ഒരു വലിയ ട്രെയിനിങ് സിസ്റ്റം തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മുടെ കമ്പനി നമ്മൾക്ക് അറേഞ്ച് ചെയ്ത് തന്നിട്ടുണ്ട്. അതായത് ഒരു സാധാരണക്കാരായിട്ടുള്ള വരുന്ന വ്യക്തികളെ അവരെ നല്ല ട്രെയിനിങ് കൊടുത്തുകൊണ്ട് അവരിലുള്ള കഴിവുകളെ വികസിപ്പിച്ചുകൊണ്ട് അവർക്ക് സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നൽകിക്കൊണ്ട് അവരെ നേരായ മാർഗത്തിലൂടെ ബിസിനസ് ചെയ്യാൻ പഠിപ്പിക്കുന്ന വേൾഡ് ക്ലാസ് ട്രെയിനിങ് സപ്പോർട്ട് കമ്പനി നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നുണ്ട്. അതുകൂടാതെ തന്നെ റോഡ് ടു ഫ്രീഡം എന്ന് വെച്ചൊരു ആപ്പ്, ആ ആപ്പില് നമ്മൾക്ക് നമ്മളുടെ സ്വപ്നങ്ങൾ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ ആ സ്വപ്നങ്ങൾക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു സിസ്റ്റം കമ്പനി തന്നെ അവിടെ നമ്മൾക്ക് കാട്ടിത്തരുന്നുണ്ട്. നമുക്ക് ഒരു ഡ്രീം ഇട്ട് കഴിഞ്ഞാൽ നമ്മളുടെ ഡ്രീമിന്റെ വലിപ്പം അനുസരിച്ച് നമ്മളുടെ ബിസിനസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ള ഒരു മാർഗരേഖ കമ്പനി അവിടെ ആപ്പിലൂടെ നമുക്ക് തരുന്നുണ്ട്. അതുകൂടാതെ യൂട്യൂബിലായാലും നമുക്ക് ട്രെയിനിങ് കിട്ടുന്നുണ്ട്. അതുകൂടാതെ നമ്മളുടെ സീനിയേഴ്സും ട്രെയിനിങ്ങുകൾ തരുന്നുണ്ട്. അപ്പൊ ഈ ട്രെയിനിങ്ങുകൾ കൊണ്ട് തന്നെയാണ് ഓരോ വ്യക്തികളും ഈ ബിസിനസ്സിൽ വളരെ വേഗത്തിൽ അച്ചീവ് ചെയ്യുന്നത്. കാരണം ഒരു വ്യക്തിയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിപ്പിക്കാനായിട്ട് പരിശീലനങ്ങൾ അല്ലെങ്കിൽ ട്രെയിനിങ്ങുകൾ നമ്മളെ സഹായം ചെയ്യും. ഇപ്പൊ ഞാൻ ഇവിടെ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് തന്നെ ഈ നമ്മളുടെ മോദി കെയറിന്റെ ട്രെയിനിങ്ങുകളുടെ ഒരു ഭാഗം കൊണ്ട് മാത്രമാണ്. കാരണം എനിക്ക് ഈ ബിസിനസ്സിൽ വരുന്നതിന് മുൻപായിട്ട് വ്യക്തമായ ലക്ഷ്യങ്ങളോ ഒന്നും എനിക്കുണ്ടായിരുന്നില്ല. പക്ഷെ ഇതിനെ കുറിച്ചുള്ള പ്ലാനും കമ്പനി നമ്മുടെ സീനിയേഴ്സ് ഒക്കെ പറഞ്ഞു തരുന്നു. അപ്പൊ നമ്മൾക്ക് അതിലേക്ക് ഒരു ബിസിനസ് മാൻ എന്നുള്ള രീതിയിലേക്കുള്ള ആ മൈൻഡ് നമ്മൾക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനായിട്ട് എളുപ്പമാണ്. അപ്പൊ ഇനി ഇത്രയും ജീവിതത്തില് യാതൊരു വിധത്തിലുള്ള മുതൽ മുടക്കുമില്ലാതെ ജോലിയോ അല്ലെങ്കിൽ ബിസിനസ്സോ ഒന്നും തടസ്സമാകാതെ നമ്മൾക്ക് ഇഷ്ടമുള്ളപ്പോൾ നമ്മളുടെ താല്പര്യമനുസരിച്ച് പ്രവർത്തിക്കാൻ പറ്റിയ ഇത്രയും വലിയൊരു ഓപ്പർച്യൂണിറ്റി ഇനി നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ ഈ കമ്പനി 3 ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കാനാണ് പറയുന്നത്. അതായത് ഇഫ് നോട്ട് മോഡിക്കെയർ ദെൻ വാട്ട്, മോഡിക്കെയർ അല്ലെങ്കിൽ പിന്നെ വേറെ ഏതൊരു അവസരമാണ് ഇങ്ങനെ നിങ്ങൾ കണ്ടിട്ടുള്ളത് എന്നാണ് കമ്പനി ചോദിക്കുന്നത്. കാരണം നമുക്ക് ധൈര്യമായിട്ട് തന്നെ പറയാം, നമ്മളെല്ലാവരും ബിസിനസ്സോ അല്ലെങ്കിൽ പക്ഷേ ചെയ്യുന്ന ജോലിയിൽ സാറ്റിസ്ഫൈഡ് ആയിട്ടാണോ ചെയ്യണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് സാറ്റിസ്ഫൈഡ് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കിട്ടുന്ന വരുമാനത്തിന് വളരെയധികം കുറവുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹത്തിനനുസരിച്ചുള്ള വരുമാനം നമുക്ക് അവിടെ എൻ ചെയ്യാൻ സാധിക്കുന്നുണ്ടാവില്ല. ബിസിനസ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ പോലും ബിസിനസ്സിന് ഒരുപാട് റിസ്ക്കും ടെൻഷനും ഉണ്ട്. കാരണം കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ മാത്രമേ അതിൽ നിന്ന് റിട്ടേൺസ് ഉണ്ടാവുള്ളൂ. അപ്പൊ കോടികൾ ഇൻവെസ്റ്റ് ചെയ്താൽ പോലും മാത്രമേ നമുക്ക് ലക്ഷങ്ങളെ റിട്ടേൺ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുള്ളൂ. കോടികൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതനുസരിച്ചുള്ള ടെൻഷനും റിസ്കുകളും ഭയങ്കര ബുദ്ധിമുട്ടും പ്രശ്നങ്ങളൊക്കെ നമ്മൾ നേരിടേണ്ടി വരും. അപ്പൊ അതൊന്നുമില്ലാതെ ഇതല്ലാതെ ഒരു ബിസിനസ് ഉണ്ടോ എന്നാണ് കമ്പനി നമ്മളോട് ചോദിക്കുന്നത്. പിന്നെ അടുത്തതായിട്ട് കമ്പനി ചോദിക്കുന്നത് ഇഫ് നോട്ട് യു ദെൻ ഹൂ, നിങ്ങളല്ലെങ്കിൽ പിന്നെ ആയിരുന്നു. ഇപ്പൊ പല ആൾക്കാരും ഈ ബിസിനസ് കേൾക്കുമ്പോൾ പറയും, ഞാനും ആദ്യം പറഞ്ഞിരുന്നു ഇത് എനിക്ക് പറ്റിയ ബിസിനസ് അല്ല എന്ന് പറഞ്ഞു. കാരണം ഇതിനെ സംസാരിക്കാനായിട്ട് ഒരുപാട് കഴിവുകൾ വേണ്ടേ, അല്ലെങ്കിൽ ഇതിന് ഈ ബിസിനസ് ചെയ്യണമെങ്കിൽ ഒരുപാട്
കഴിവുകൾ വേണം. സാറന്മാരൊക്കെ വലിയ വലിയ രീതിയിൽ സംസാരിക്കുന്നു, അവർക്ക് ഭയങ്കര വാചാലരായി സംസാരിക്കുന്നു. അപ്പൊ ഒരുപാട് ഒരുപാട് കഴിവുകൾ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റിയ ബിസിനസ് അല്ലേ എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു. പക്ഷേ നമ്മൾക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം. വേറെ ഒരാളും നമുക്ക് വേണ്ടി ഒന്നും ചെയ്തു തരില്ല. നമുക്ക് വേണ്ടി നമ്മളല്ലാതെ വേറെ ആളും ചെയ്യില്ല. അപ്പൊ നമുക്ക് വേണ്ടി നമ്മൾ തന്നെ ചെയ്യണം. പിന്നെ ഇഫ് നോട്ട് നൗ ദെൻ വെൻ, ഇപ്പോഴല്ലെങ്കിൽ പിന്നെ എപ്പോൾ. നമ്മള് എല്ലാവരും ചിന്തിക്കും നാളെ ഒട്ടേ നാളെ ഒട്ടേ എന്ന്. പക്ഷേ ഒരു കാര്യം ചിന്തിക്കുക, ഓരോ സെക്കൻഡുകളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് കൊഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസവും നമ്മൾ മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കിട്ടുന്ന ചെറിയ സമയത്തിനുള്ളിൽ, വളരെ ചെറിയ സമയത്തിനുള്ളിൽ നമ്മളുടെ വരുമാനം സാധ്യത വർദ്ധിപ്പിക്കാൻ പറ്റിയ, നമ്മളുടെ സമയത്തെ ഇരട്ടിപ്പിക്കാൻ പറ്റിയ ഒരു മേഖല എന്ന് പറയുന്നത് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ്, നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ സമയത്തെ ഇരട്ടിപ്പിക്കുന്നതിലൂടെ നമ്മുടെ വരുമാനം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മളടങ്ങുന്ന, അല്ലെങ്കിൽ നമ്മൾ കൂടുന്ന ഒരു സമൂഹത്തെയും കൂടി ഒരുമിച്ച് വിജയിപ്പിക്കാൻ പറ്റിയ ഒരു അവസരം ഇപ്പൊ തന്നെ നമ്മൾ ഇതിനകത്തേക്ക് ചെയ്യണം. കാരണം അതിന് സമയം മാറ്റി വെക്കരുത് ഒരിക്കലും. ഓരോ സെക്കൻഡുകളും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ പ്രവർത്തിച്ചാൽ മാത്രമേ നമ്മുടെ വിജയത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഒരു പഴമൊഴി കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ ഭാഗം കൂടെ അവസാനിപ്പിക്കുകയാണ്. ജേണി ഓഫ് 1000 മൈൽസ് സ്റ്റാർട്ട് വിത്ത് സിംഗിൾ സ്റ്റെപ്സ്. അതായത് 1000 കാതം നടക്കണമെന്നുണ്ടെങ്കിലും ആദ്യത്തെ സ്റ്റെപ്പ് വെച്ചാൽ മാത്രമേ അത് സാധിക്കുള്ളൂ. ഇവിടെ മോദി കേരള ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മോദി കേരളയിലേക്ക് സൈനപ്പ് ചെയ്യാം. ഈ ബിസിനസ് അവസരം അങ്ങനെ ഓരോ വ്യക്തികളും ഇതൊരു എന്റെ ജീവിതത്തിൽ ഒരു വ്യത്യാസം ഉണ്ടാക്കും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ആണെന്ന് മനസ്സിലാക്കി ഈ അവസരത്തിലേക്ക് എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്ത് പ്രവർത്തിച്ച് എല്ലാവിധ വിജയങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഗം നിർത്തുന്നു. എനിക്ക് അവസരം തന്നതിന് ഈ ടാലന്റ് ആൻഡ് ടൈഗേഴ്സ് ഇന്റർനാഷണലിന്റെ എല്ലാ ലീഡേഴ്സിനോടും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു വെരി മച്ച്. അടുത്തതായിട്ട് ഈ അടുത്ത സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിന് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്ന ഒരു വ്യക്തിയാണ് ജോളി സാറ്. അദ്ദേഹത്തെ കുറിച്ച് പറയാന്നുണ്ടെങ്കിൽ എനിക്ക് വാക്കുകളില്ല. കാരണം എന്നോട് ഈ ബിസിനസ് അവസരം ആദ്യമായിട്ട് സംസാരിച്ചതാണ് ജോളി സാറ് ഈ ബിസിനസ് അവസരത്തെ കുറിച്ച് എന്നോട് പറയുമ്പോൾ ഞാൻ ഒരിക്കലും എനിക്ക് ഇത് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. പക്ഷേ ജോളി സാറിന് എനിക്ക് നേരത്തെ അറിയാം. അപ്പൊ ആ അദ്ദേഹത്തിന്റെ ഉണ്ടായ മാറ്റമാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യാൻ കാരണക്കാരനായത്. അദ്ദേഹത്തിന്റെ മുൻകാലം എനിക്കറിയാം. അപ്പൊ അതിൽ നിന്നുണ്ടായ ഒരു വ്യത്യാസം, അതാണ് എന്നെ ഈ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത്. അപ്പൊ നമുക്കറിയാം, ഇനി അടുത്ത സെഷൻ സംസാരിക്കുന്നത് കേരളത്തിൽ തന്നെ 7 GRDD ഉള്ളൂ, ഗ്ലോബൽ റിട്ടയർമെന്റ് ഡയറക്ടേഴ്സ് ചെയ്യാറുള്ളൂ. അതില് ഒരു ആളാണ് നമ്മളുടെ സീനിയർ. അദ്ദേഹത്തിന്റെ ടീമിലായിരിക്കുന്നതിന് ഞാൻ അദ്ദേഹത്തിനോട് നന്ദി പറയുന്നു. അപ്പൊ ഈ അദ്ദേഹത്തെ കുറിച്ച് പിന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. കാരണം ഈ ബിസിനസ് വഴി ഒരുപാട് നേട്ടങ്ങൾ അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് വാഹനം ഒന്നല്ല 2 അദ്ദേഹം വാങ്ങിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ തമ്മനം എന്ന് പറയുന്ന ഒരു വലിയൊരു സ്ഥലത്ത് അദ്ദേഹം താമസിക്കുന്ന പോലെ ഒരു വീട് വെച്ച് താമസിക്കണമെങ്കിൽ നല്ലൊരു പൈസ വേണം. അത്രയും ആ പ്രദേശത്ത് താമസിക്കുന്നു. അതോടൊപ്പം തന്നെ കേരളം മുഴുവനും ഒരുപാട് ആളുകളെ ആരാധിക്കുന്ന ആരാധനാപാത്രമായിട്ടുള്ള ആ അടുത്ത സെക്ഷൻ കൈകാര്യം ചെയ്യുന്നതിനായിട്ട് ജോർജ് സാറിനെ ഞാൻ ആദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പ്ലീസ് വെൽക്കം സാർ. ഓക്കെ, താങ്ക് യു മിസ്റ്റർ രജീഷ്. താങ്ക് യു ഓൾ ലീഡേഴ്സ്, കൺസൾട്ടൻസ്, ഗസ്റ്റ്. അപ്പൊ എന്റെ പേര് പറഞ്ഞ നല്ല വാക്കുകൾക്ക് പ്രത്യേകം നന്ദി. ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേൾക്കാനുള്ള ഭാഗ്യം ലഭിച്ചത് തീർച്ചയായിട്ടും മോദി കേരളയിൽ ജോയിൻ ചെയ്തുകൊണ്ട് മാത്രമാണ്. അപ്പൊ എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. നമുക്ക് ഈ സിസ്റ്റം പ്രദാനം ചെയ്ത സമീർ മോദി സാറിനോടും ഈ ഒരു അവസരത്തിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. ഒരിക്കൽ കൂടി പ്രോഗ്രാമിലായിരിക്കുന്ന എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമ്മുടെ രജീഷ് സാർ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രസന്റേഷൻ ഇവിടെ അവതരിപ്പിച്ചത്. നല്ല രീതിയിൽ അവതരിപ്പിച്ചു, വളരെ സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ചു. ഏതൊരു സാധാരണ വ്യക്തിക്കും ഈ ഒരു ബിസിനസ്സിലൂടെ മാറ്റം വരുത്താൻ സാധിക്കുമെന്നുള്ളതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിളാണ് അദ്ദേഹം. കാരണം അദ്ദേഹം കാര്യമായിട്ട് സംസാരിക്കുന്ന ഒരു ആളൊന്നും ആയിരുന്നില്ല, ഒരുപാട് സഭാകമ്പൊക്കെ ഉള്ള ഒരാളായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം മാറി ഇന്നിപ്പോ ഓൺലൈനിലും ഓഫ്ലൈനിലും നിരവധി പ്രോഗ്രാമുകൾ അദ്ദേഹം കണ്ടക്ട് ചെയ്യുന്നു.
പറവൂര് നടക്കുന്ന നമ്മുടെ പരിവർത്തന പ്രോഗ്രാമൊക്കെ ലീഡ് ചെയ്യുന്നത് അദ്ദേഹവും അദ്ദേഹത്തിന്റെ ടീമും കൂടിയാണ്. പ്രത്യേക അഭിനന്ദനങ്ങൾ മിസ്റ്റർ രജീഷ്. അപ്പൊ അതേമാതിരി ഇപ്പൊ ഈ പ്രോഗ്രാമിലായിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും അതിൽ നല്ല രീതിയിൽ പ്രസന്റേഷൻ എടുക്കുന്ന ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്. സതി മാഡത്തിനെ പോലെ, ലക്ഷ്മി മാഡത്തിനെ പോലെ, റീന പ്രശാന്ത് മാഡത്തിനെ പോലെ, പ്രവീണ മാഡത്തിനെ പോലെ എല്ലാവരെയും മുഖം കാണുന്നില്ല. അപ്പൊ ഇതേമാതിരി തന്നെ നാളെ ഇത്തരത്തിൽ പ്രസന്റേഷൻ എടുക്കേണ്ട ആൾക്കാരാണ് ഈ പ്രോഗ്രാമിലായിരിക്കുന്ന ഓരോ വ്യക്തികളും എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. അപ്പൊ അത്തരത്തിലായിരിക്കട്ടെ നിങ്ങളുടെ ഈ പ്രസന്റേഷൻ കേൾക്കുന്നത്. ഇനി എനിക്കൊരു അവസരം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ഏത് രീതിയിലായിരിക്കും പ്രസന്റേഷൻ ചെയ്യുന്നത്, എന്തെല്ലാം വാക്കുകളായിരിക്കും ഞാൻ പറയുന്നത് എന്നുള്ള രീതിയിലായിരിക്കട്ടെ നമ്മുടെ പ്രിയപ്പെട്ട കൺസൾട്ടൻസി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. കാരണം ഞാനും ഇതേമാതിരി തന്നെ ഒരു വേദിയിൽ കാഴ്ചക്കാരനായിട്ടിരുന്നാണ്. ഇന്ന് എനിക്ക് വേദിയിൽ സംസാരിക്കാൻ സാധിക്കുന്നു. ഇന്ന് മോദി കെയറിന്റെ ആക്റ്റീവായിരിക്കുന്ന എല്ലാവരും ഇപ്പോ നമ്മുടെ ഈ പ്രോഗ്രാമിൽ ഇരിക്കുന്ന സതി മാഡം ഒരാളെ എക്സാമ്പിൾ ഇട്ടിരിക്കുകയാണ്. അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ആദ്യമായിട്ട് ലിഫ്റ്റിൽ കയറിയത് മോദി കെയറിന്റെ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയാണ്. പക്ഷെ അങ്ങനെ വന്നിരുന്ന സതി മാഡം അതേമാതിരിയുള്ള ഹോട്ടലുകളിൽ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്ന ആളായിട്ട് മാറി. ഇവിടെയുള്ള എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ്. ഞാൻ ഒരാളെ മാത്രം എക്സാമ്പിൾ കാണിച്ചത് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. നമുക്ക് നെക്സ്റ്റ് സെഷനിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഡയറക്ട് സെല്ലിങ്ങിനെ പറ്റി പഠിച്ചു, മോദി കെയറിനെ പറ്റി നമ്മൾ മനസ്സിലാക്കി. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് റീവൈൻഡ് ചെയ്തിട്ട് നമുക്ക് അടുത്ത സെഷനിലേക്ക് പോകാം. എന്തിന് ഡയറക്ട് സെല്ലിംഗ് എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കി ഇടനിലക്കാരുടെ ചൂഷണം, അല്ലെ? നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയിരുന്ന വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഇടനിലക്കാരും പരസ്യക്കാരും ചോർത്തിക്കൊണ്ട് പോകുന്ന ആ സത്യം നമ്മൾ മനസ്സിലാക്കി. ഞാൻ വാസ്തവത്തിൽ ഇത് മനസ്സിലാക്കിയത് മോദി കെയറിൽ വന്നപ്പോഴാണ്. എന്റെ മനസ്സിലൊരു കൊള്ളിയാൻ മിന്നി എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും ഇനി ഞാൻ അധ്വാനിച്ചുണ്ടാക്കുന്ന വരുമാനം ഇടനിലക്കാർക്ക് കൊടുക്കില്ല. കിട്ടാവുന്ന ഉൽപ്പന്നങ്ങളെല്ലാം നമ്മൾ മോദി കെയറിൽ നിന്ന് വാങ്ങി അവിടെ ഇല്ലാത്ത ഉൽപ്പന്നങ്ങൾ മാത്രമേ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് വാങ്ങുമെന്ന് ഞാൻ തീരുമാനമെടുത്തു മോദി കെയർ വന്നതിന് ശേഷം. അപ്പൊ അതേമാതിരി തന്നെ നമുക്ക് പലപ്പോഴും നമ്മൾ പത്രങ്ങളിലൂടെയും മാധ്യമങ്ങളിലൂടെയും കേൾക്കാറുണ്ട് നിലവാരമില്ലാത്ത ഉൽപ്പന്നങ്ങളെ പറ്റി. ഈ അടുത്ത കാലത്ത് നമ്മൾ കേട്ട വാർത്തയാണ് ഏതാണ്ട് 82ഓളം ബ്രാൻഡുകൾ വെളിച്ചെണ്ണ, അല്ലെ, നിലവാരമില്ലാത്ത വെളിച്ചെണ്ണ നമുക്ക് ലഭിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചു. അതേമാതിരി തന്നെ ഈ അടുത്ത് കണ്ട ഒരു വാർത്ത, പ്രമുഖ ബ്രാൻഡുകളിൽ കറി മസാലകളിലൊക്കെ ക്യാൻസർ ഉണ്ടാക്കുന്ന എത്തിയോൺ എന്ന് പറയുന്ന മാരകമായ കെമിക്കൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞുള്ള വാർത്ത നമ്മൾ വായിച്ചു. ഈ അടുത്ത കാലത്ത് ഏഷ്യനെറ്റിൽ വന്നതാണ്. നമ്മൾ ഉപയോഗിക്കുന്ന തേയില റീപാക്ക് ചെയ്ത് ഉപയോഗിച്ച തേയില വീണ്ടും റീപാക്ക് ചെയ്ത് അതിൽ കളർ ആഡ് ചെയ്ത് ഡൈ ആഡ് ചെയ്ത് നമ്മൾ വിൽക്കുന്നു. കിഡ്നി ഫെയിലർ, ലിവർ ഫെയിലർ, ഇങ്ങനെ നിരവധിയായ അസുഖങ്ങളാണ് ഇത്തരത്തിലുള്ള തേയില ഉപയോഗിക്കുന്നവർ കാത്തു നിൽക്കുന്നത്. ഇങ്ങനെയുള്ള വാർത്തകൾ നമ്മൾ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കുപ്പിവെള്ളത്തിൽ ഉള്ള കോളിഫോം ബാക്ടീരിയയെ പറ്റി നമ്മൾ കേട്ടു, മനസ്സിലാക്കി. സാനിറ്ററി നാപ്കിനുകളിൽ പതിഞ്ഞിരിക്കുന്ന ആപത്ത് എന്ന് പറഞ്ഞുകൊണ്ട് നിരവധി മാധ്യമങ്ങളിൽ റിപ്പോർട്ടുകൾ വന്നു. യൂട്രസ് റിമൂവിങ്, യൂട്രസിനകത്ത് സിസ്റ്റ്, ഫൈബ്രോയിഡ്സ്, സെർവിക്കൽ ക്യാൻസർ, ഇതെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു പ്രധാനപ്പെട്ട വില്ലൻ നിലവാരമില്ലാത്ത നാപ്കിനുകളാണ് എന്ന് നമ്മൾ പത്രങ്ങളിലൂടെ നമ്മൾ വായിച്ചറിഞ്ഞു, വാരികളിലൂടെ വായിച്ചറിഞ്ഞു. അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗ് അല്ലെങ്കിൽ മോദി കെയർ എന്ന് പറയുമ്പോൾ നിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ, കെമിക്കൽ ഇല്ലാത്ത, മനുഷ്യനും പ്രകൃതിക്കും ദോഷമില്ലാത്ത ഉൽപ്പന്നങ്ങൾ കമ്പനിയിൽ നേരിട്ട് ഉപയോഗിക്കാൻ സാധിക്കുക എന്ന് പറയുന്നത്, അതേമാതിരി മാർക്കറ്റ് ഉൽപ്പന്നങ്ങൾ കൊണ്ട് ഉണ്ടാവുന്ന പല പ്രശ്നങ്ങൾക്കുള്ള, പല രോഗങ്ങൾക്കുള്ള ഒരു പരിഹാരം മോദി കെയറിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മോദി കെയർ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് വലിയൊരു അനുഗ്രഹമാണ്, വലിയൊരു ഭാഗ്യമാണെന്ന് ഞാൻ കരുതുന്നു. ലീഡേഴ്സ് അങ്ങനെ തന്നെയല്ലേ? അങ്ങനെ തന്നെ. അപ്പൊ അതേമാതിരി നമുക്കറിയാം, ഇത്രയും കാലം വരെ നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരുന്നത് നമുക്കൊരു ചെലവായിരുന്നു. അതൊരു ചെലവായിരുന്നു. പക്ഷെ ആ വീട്ടു ചെലവിൽ നിന്നൊരു വരുമാനം സൃഷ്ടിക്കുക എന്ന് പറയുന്നത് അത് ഒരു വലിയൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം വീട്ടിലേക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചിരുന്നത് ചെലവായിരുന്നെങ്കിൽ അത് നമ്മൾ സ്മാർട്ടായിട്ട് മാറ്റുമ്പോൾ, നമ്മൾ അത് ബുദ്ധിപൂർവ്വം കൈകാര്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്കൊരു വരുമാനം കിട്ടുന്നു, അല്ലെ? നമുക്കറിയാം, നമ്മൾ പലരും എന്റെ വീട് എന്റെ കട എന്നുള്ള കോൺസെപ്റ്റ് ഫോളോ ചെയ്യുന്നവരാണ്, അല്ലെ? ഇപ്പൊ ഞാനിരിക്കുന്ന റൂമില് എന്റെ ബാക്കിൽ ഷോക്കേസ് ഉണ്ട്, ധാരാളം ഉൽപ്പന്നങ്ങൾ അവിടെ മോദി കെയറിൻ്റെതായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, നേരത്തെ മിസ്റ്റർ രജീഷ് പറഞ്ഞായിരുന്നു, ജീവിതത്തിൽ വിജയിക്കുക എന്നുള്ളത് ജോലിയാണോ ബിസിനസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ബിസിനസ്സാണ്. പക്ഷെ ബിസിനസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടും തടസ്സങ്ങളുമാണ് ബിസിനസ് ആണ് നല്ലതെന്ന് അറിയാമെങ്കിൽ നമ്മൾ അതിൽ നിന്ന്
പിന്തിരിപ്പിച്ചിരുന്നത്. പക്ഷെ ഇവിടെ ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ വീട്ടിലിരുന്നു കൊണ്ട് നമുക്കൊരു ബിസിനസ് ആരംഭിക്കാൻ സാധിക്കുന്നു. ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകതകളാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേമാതിരി തന്നെ ഇത്രയും കാലം വരെ നമ്മൾ കയ്യിലിരുന്ന സ്മാർട്ട് ഫോൺ അല്ലെ, പലപ്പോഴും പറയാറുണ്ട് നമ്മുടെ കൂടെ ഒരു ദിവസം ഭർത്താവ് ഇല്ലെങ്കിലും പ്രശ്നമില്ല, ഒരു ദിവസം ഭാര്യ ഇല്ലെങ്കിലും പ്രശ്നമില്ല അല്ലെ. പക്ഷെ ഒരു ദിവസം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരു അവസ്ഥ ആർക്കും ചിന്തിക്കാൻ പറ്റും ഇന്നത്തെ അവസ്ഥയിൽ അല്ലെ. അപ്പോൾ ഇത്രയും കാലം വരെ ആ സ്മാർട്ട് ഫോൺ നമുക്കൊരു ചെലവായിരുന്നു. ആ സ്മാർട്ട് ഫോൺ നമുക്ക് ഇടക്കിടക്ക് മാറ്റണം, റീചാർജ് ചെയ്യണം, അതിൽ നിന്നൊരു വരുമാനം നമുക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷേ ആ സ്മാർട്ട് ഫോൺ ഭൗതികരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, നെറ്റ്വർക്ക് മാർക്കറ്റിംഗുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ആ സ്മാർട്ട് ഫോൺ നമുക്കൊരു വരുമാനമായിട്ട് മാറുന്നു. ഇതെല്ലാം തന്നെ ഡയറക്ട് സെല്ലിങ്ങിന്റെ പ്രത്യേകതയാണ്. അപ്പൊ അതേമാതിരി തന്നെ നമ്മളൊരു വാചകം കേട്ടിട്ടുണ്ട്, കൊറോണ ഷേക്സ് ഇന്ത്യ, മോദി കെയർ മേക്സ് ഇന്ത്യ അല്ലെ. കൊറോണ സമയത്ത് നമ്മൾ വളരെ സ്ട്രോങ് ആണ് അല്ലെങ്കിൽ വളരെ ശക്തമാണ് എന്ന് നമ്മൾ കരുതിയിരുന്ന ലക്ഷങ്ങളും കോടികളും മുടക്കിയ പല ബിസിനസ്സുകളും തകർന്നടിഞ്ഞത് നമ്മളെല്ലാവരും എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. നമ്മൾ ഒരിക്കലും പോലും ചിന്തിക്കാത്ത നിരവധിയായിട്ടുള്ള അല്ലെ കാര്യങ്ങളാണ് സത്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കിയത്. ആരാധനാലയങ്ങൾ പോലും അടഞ്ഞു, ചർച്ചുകളിൽ പോലും അമ്പലങ്ങളിൽ പോലും പോകാത്തൊരു അവസ്ഥ ഉണ്ടായിരുന്നു. ലക്ഷങ്ങളും കോടികളും മുടക്കി ബിസിനസ്സുകൾ ഡൗൺ ആയി, ഹോട്ടലുകൾ അടഞ്ഞിടുന്നു, ഫിറ്റ്നസ് സെന്റേഴ്സ്, ബ്യൂട്ടി പാർലറുകൾ, ടെക്സ്റ്റൈൽ ഷോപ്പുകൾ അല്ലെ, വലിയ ലക്ഷങ്ങളും മുടക്കിയ മീറ്റിംഗ് ഹാളുകൾ, ഫെസ്റ്റിവൽസ്, എക്സിബിഷൻ സെന്റേഴ്സ് അല്ലെ. അങ്ങനെ പലർക്കും അല്ലെ, പല കലാകാരന്മാരും വഴിയാധാരമായി പല ബിസിനസ്സുകളിലും ലക്ഷങ്ങളുടെയും കോടികളുടെയും കോടികൾ നഷ്ടം വന്നു ആ ബിസിനസ്സുകളിൽ. ശരിയല്ലേ? അപ്പൊ ആ സമയത്ത് 10% വളർച്ച രേഖപ്പെടുത്തിയ ലോകത്തിലെ ഒരു വ്യവസായം, ആ വ്യവസായമാണ് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഡയറക്ട് സെല്ലിംഗ്. അതില് ചരിത്രം സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് മോദി കെയർ. ശരിയല്ലേ? ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇനിയും വരാൻ പാടില്ല എന്നില്ല. അപ്പോൾ അങ്ങനെ പ്രതിബന്ധങ്ങളെ തരണം ചെയ്യാൻ കഴിവുള്ള, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളെ തരണം ചെയ്യാൻ കഴിവുള്ള ഒരു ബിസിനസ് എന്നുള്ള രീതിയിൽ മോദി കെയറിന് എത്രമാത്രം പ്രാധാന്യം കൊടുക്കണം എന്ന് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ശരിയാണോ ലീഡേഴ്സ്? അപ്പോൾ തീർച്ചയായിട്ടും ഈ ഡയറക്ട് സെല്ലിംഗ് ഈ കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമാണ് അല്ലെ. നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും നമ്മൾക്ക് വരുമാനം അല്ലെ കിട്ടാത്തൊരവസ്ഥ ഉണ്ടാകരുത്. അത് നമുക്ക് ഇവിടെ കിട്ടും. എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ ഇപ്പോൾ ഓർക്കുന്ന ഒരു കഥ. ഒരിക്കലും ഒരു ട്രെയിനിങ്ങിൽ കേട്ടാണ്. ഒരു സ്ഥലത്ത് ഒരാൾ വിൽക്കുന്നത് കാറാണ്. അദ്ദേഹം വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കാറാണ് അദ്ദേഹം വിൽക്കുന്നത്. അപ്പൊ അദ്ദേഹം സഞ്ചരിക്കുന്നത് ഒരു സ്കൂട്ടറിലാണ്, 2 വീലറിലാണ്. വിൽക്കുന്നത് എന്താണ്? കാറാണ്. സഞ്ചരിക്കുന്നത് 2 വീലറിലാണ്. അപ്പൊ അതേസമയം അതേ നാട്ടിൽ വേറെ ആളുണ്ട്. അയാള് ചെയ്യുന്ന ബിസിനസ് സോപ്പിന്റെയും പേസ്റ്റിന്റെയും വാഷിംഗ് പൗഡറിന്റെയും ബിസിനസ് ആണ്. പക്ഷെ അദ്ദേഹം സഞ്ചരിക്കുന്നത് കാറിലാണ്. കാർ വിൽക്കുന്ന ആൾ സഞ്ചരിക്കുന്ന സ്കൂട്ടറിൽ, സോപ്പ് പൊടി വിൽക്കുന്ന ആൾ സഞ്ചരിക്കുന്നത് കാറിലാണ് അല്ലെ. ഇന്നിപ്പോ നമ്മുടെ മുമ്പിലിരിക്കുന്ന പല വനിതാരത്നങ്ങളും മോദി കെയറിന് ലക്ഷറി കാറുകളിൽ സഞ്ചരിക്കുന്ന വീട്ടമ്മമാരും. എനിക്കറിയാം, സ്വന്തം ഭർത്താക്കന്മാരെക്കാൾ കൂടുതൽ വരുമാനം വാങ്ങിക്കുന്ന വീട്ടമ്മമാർ ഈ പ്രോഗ്രാമിലുണ്ട്. ശരിയല്ലേ? ഓക്കെ. അപ്പോ പറഞ്ഞു വന്നത്, അപ്പൊ നമ്മളുടെ ഉൽപ്പന്നങ്ങൾ പല ആളുകളും ഇതൊരു ചെറിയ ബിസിനസ് അല്ലേ എന്ന് കരുതി കളയാക്കാറുണ്ട്. ഇതൊരു സോപ്പ് പൊടി ബിസിനസ് അല്ലേ, പേസ്റ്റിന്റെ ബിസിനസ് അല്ലേ. പക്ഷെ നേരത്തെ പറഞ്ഞ വരുമാനം, നേട്ടങ്ങൾ, ഇതെല്ലാം ഏറ്റവും കൂടുതൽ കിട്ടാൻ സാധ്യതയുള്ളത് ഈ സോപ്പ് പൊടി ബിസിനസ്സിനാണ്, ഈ തേയിലയുടെ ബിസിനസ്സിനാണ്, സോപ്പിന്റെ ബിസിനസ്സിനാണ്. അതാണ് കൊറോണ കാലത്ത് സംഭവിച്ചത്. കാരണം കൊറോണയാണെന്ന് കരുതി ആരും പല്ല് ബ്രഷ് ചെയ്യാതിരുന്നില്ല, ആരും കുളിക്കാതിരുന്നില്ല, ആരും ചായ കഴിക്കാതിരുന്നില്ല അല്ലെ. കൊറോണ വന്നാലും, നോട്ട് നിരോധനം വന്നാലും, ഫ്ലഡ് വന്നാലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ കൂടിയേ തീരും. അതാണ് നമ്മൾ ബിസിനസിന്റെ സ്റ്റെബിലിറ്റി അല്ലെ. അതിൽ ഡയറക്ട് സെല്ലിംഗ് ചെയ്യുന്ന, മോദി കെയർ ചെയ്യുന്ന നമ്മളുടെ ഒരു വിശ്വാസം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള നിത്യോപയോഗ സാധനങ്ങളാണ്, ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സ് അല്ലെ. ആ ഒരു ബിസിനസിന്റെ പ്രാധാന്യം, ആ ബിസിനസിന്റെ സ്റ്റെബിലിറ്റി എനിക്ക് തോന്നുന്നു ലോകത്ത് ഒരു ബിസിനസ്സിനും ഉണ്ടാകാൻ സാധ്യതയില്ല. ഇതെല്ലാം ഞാൻ പറഞ്ഞു വന്നത് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്തിന് നമ്മൾ ചെയ്യണം, എന്തിന് നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് സെലക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഇനി പൊതുവെ നമ്മളോട് പല ആൾക്കാരും കളിയാക്കുന്ന രീതിയിൽ പറയാനുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ ചില ആളുകളെങ്കിലും മോദി കെയർ പോലെയുള്ള ജെനുവിൻ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് കമ്പനികളിലേക്ക് ജോയിൻ ചെയ്യാൻ മടി കാണിക്കുന്നതിന്റെ ഒരു കാരണം ഞാനൊന്ന് പറഞ്ഞേക്കട്ടെ. എന്താണെന്നറിയോ? ഇത് ആളെ പിടിക്കുന്ന പരിപാടിയാണ്, ആളെ ചേർക്കുന്ന പരിപാടിയാണ്, ആളെ ചേർക്കുന്ന പരിപാടിയല്ലേ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇതിൽ പ്രവർത്തിക്കുന്ന പല കൺസൾട്ടൻസും ലീഡേഴ്സും കേട്ട് കാണും. ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ശരിയല്ലേ? ഹലോ,
ശരിയാണോ? ശരിയാണ് സാർ. ശരിയാണ്. അപ്പൊ അങ്ങനെ ഞാൻ എനിക്കും അതിന്റെ തോന്നണം. അപ്പൊ ഈ അടുത്ത് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടില് നമ്മൾ ഒരുപാട് മൊബൈൽ കമ്പനികളുടെ അല്ലെ വരിക്കാരാണ്. ഇവിടെ വോഡാഫോൺ ഐഡിയ ഉണ്ട്, ജിയോ ഉണ്ട്, എയർടെൽ ഉണ്ട്, ഒരുപാട് കമ്പനികളുണ്ട്. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നത്? ഇവരെല്ലാവരും ചെയ്യുന്നത് എന്താണ്? ഇവർ കസ്റ്റമേഴ്സിനെ പിടിക്കുന്നു അല്ലെ, എന്നിട്ട് അവരുടെ കമ്പനിയിലേക്ക് ജോയിൻ ചെയ്യിപ്പിച്ച് അവരെ കണക്ഷൻ എടുപ്പിക്കുന്നു അല്ലെ. അപ്പൊ അവര് ചെയ്യുന്നത് എന്താണ്? ആളെ ചേർപ്പിക്കില്ലല്ലേ. അതേപോലെ തന്നെ അതേപോലെ KSFE, കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ അല്ലേ, എല്ലായിടത്തും കേരളത്തിൽ എല്ലായിടത്തും നമ്മൾ എവിടെ പോയാലും ഒരു ഓഫീസറാണ്. ഇവരെന്താ ചെയ്യുന്നത്? അവരുടെ വരിക്കാരെ പിടിക്കുന്നു അല്ലെ, അവരുടെ കസ്റ്റമേഴ്സിനെ പിടിക്കുന്നു. ശരിയല്ലേ? ഈ അടുത്ത കാലത്ത് KSFE ഉദ്യോഗസ്ഥന്മാര് എന്റെ വീട്ടിൽ വന്നിരുന്നു. കൃത്യമായ രീതിയിൽ ആളുകളെ കസ്റ്റമേഴ്സ് കിട്ടാതിരുന്നിട്ട് അവർ വീട്ടിൽ വന്നിരുന്നു. എന്തിനാണ്? വരിക്കാരെ പിടിക്കാൻ വേണ്ടി. ചില സമയത്ത് ടീച്ചർമാര് ഇറങ്ങാറുണ്ട്. ആരെ പിടിക്കാനെന്ന് അറിയോ? ടീച്ചർമാർ ഇറങ്ങാറുണ്ട്. ആരെ പിടിക്കാനെന്ന് അറിയോ? കുട്ടികളെ പിടിക്കാൻ. കാരണം ഡിവിഷൻ നിന്ന് പോകാൻ സാധ്യത കുട്ടികളെ പിടിക്കാൻ വേണ്ടി ടീച്ചർമാർ ഇറങ്ങാറുണ്ട്. എനിക്ക് തോന്നുന്നു ഇവിടെ പ്രോഗ്രാമിൽ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. ടീച്ചേഴ്സ് തന്നെ ക്ഷമിക്കുക, ഞാൻ ജസ്റ്റ് തമാശക്ക് പറഞ്ഞു അല്ലെ. അതേപോലെ HDFC ബാങ്കും ICICI ബാങ്കും ആക്സിസ് ബാങ്കും ഉൾപ്പെടെ പ്രൈവറ്റ് ബാങ്കുകൾ ഉൾപ്പെടെ ഒരുപാട് മറ്റു ബാങ്കുകളുണ്ട്, നാഷണലിസ്റ്റ് ബാങ്കുകൾ. ഇവരെല്ലാവരും എന്താ ചെയ്യുന്നത്? അവര് കസ്റ്റമേഴ്സിനെ പിടിക്കും അല്ലെ. ശരിയല്ലേ? യൂസഫലി സാഹിബ് ലോകം മുഴുവൻ സൂപ്പർ മാർക്കറ്റുകൾ തുടങ്ങി ഇരിപ്പുണ്ട് അല്ലെ, സ്റ്റാഫിനെ വെച്ചിട്ട്. ഇവരൊക്കെ എന്തിനാണ് തുറന്നു വെച്ചിരിക്കുന്നത്? ആളെ പിടിക്കാൻ വേണ്ടിയല്ലേ, കസ്റ്റമേഴ്സിനെ പിടിക്കാൻ വേണ്ടിയല്ലേ. നമ്മുടെ പല സുഹൃത്തുക്കളും ഉണ്ട് ഈ പ്രോഗ്രാമിൽ. ഓട്ടോറിക്ഷയുമായിട്ട് രാവിലെ ഇറങ്ങും. ഞാനും ഓട്ടോറിക്ഷയുമായിട്ട് പണ്ട് ഇറങ്ങിയിട്ടുണ്ട് മോദിക്കൽ വരുന്നതിന് മുമ്പ്. എന്തിനു വേണ്ടിയാണ്? യാത്രക്കാരെ പിടിക്കാൻ വേണ്ടി അല്ലെ. നമ്മൾ ഇപ്പൊ ഇവിടെ ഒരുപാട് യാത്ര ചെയ്യുന്ന വീട്ടമ്മമാരുണ്ട്. റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ ചില ആൾക്കാരെ നമ്മളെ വിളിക്കാറുണ്ട്. ആരാന്നറിയാമോ? ഓട്ടോറിക്ഷക്കാരി നമ്മളെ വിളിക്കാറില്ലേ. അപ്പൊ ലോകം മുഴുവൻ ആളെപ്പിടുത്തമാണ്. ഹോസ്പിറ്റലുകാര് രോഗികളെ പിടിക്കുന്നു അല്ലെ. ട്രാവൽ ഏജൻസികൾ, ഇപ്പൊ ക്ലബ് മഹീന്ദ്ര എന്ന പോലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ നിങ്ങളെ വിളിക്കാറുണ്ടോ? ക്ലബ് മഹീന്ദ്ര ട്രാവൽ പാക്കേജിനോട് നിങ്ങൾ വിളിക്കാറുണ്ട്. ക്രെഡിറ്റ് കാർഡ് എടുക്കാൻ വേണ്ടി വിളിക്കാറുണ്ട് അല്ലെ. ലോകം മുഴുവൻ ആളെ ചേർക്കുന്ന കാര്യങ്ങളാണ്. ആളുകൾ കൂടാതെ, ഒരു നെറ്റ്വർക്ക് ഇല്ലാതെ, ഒരു കൂട്ടായ്മ ഇല്ലാതെ സമ്പത്തില്ല. എവിടെ കൂട്ടായ്മയുണ്ടോ അവിടെ സമ്പത്തുണ്ട് അല്ലെ. യുവർ നെറ്റ്വർക്ക് ഈസ് യുവർ നെറ്റ്വർത്ത് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. നിങ്ങളുടെ കൂടെ എത്രമാത്രം കസ്റ്റമേഴ്സ് ഉണ്ടോ അത്രമാത്രം നിങ്ങൾ സമ്പന്നനായിരിക്കും, ധനവാനായിരിക്കും. അപ്പൊ ഇവിടേക്ക് നമ്മൾ മനസ്സിലാക്കേണ്ടത് KSFE ജീവനക്കാരും ബാങ്കിലെ ജീവനക്കാരും അല്ലെങ്കിൽ മൊബൈൽ നെറ്റ്വർക്ക് കമ്പനികളിലെ ജീവനക്കാരും എല്ലാവരും തന്നെ ഇത്തരത്തിലെ ആളുകളെ ചേർക്കുന്നത്, ആളുകളെ കണ്ടെത്തുന്നത് എന്തിനു വേണ്ടിയാണ്? വെറും സാലറിക്ക് വേണ്ടിയാണ് അല്ലെ. ശമ്പളത്തിന് വേണ്ടി മാത്രമാണ് ഇവരെല്ലാവരും ആളെ ചേർക്കുന്നത്, ആളെ പിടിക്കുന്നത് അല്ലെ. ശരിയല്ലേ? അത് തന്നെയാണ് ബിസിനസ്സും. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമീർ മോദി സാർ, ആരാധനായി MD സമീർ മോദി സാർ നമ്മളോട് പറയുന്നത്, സമീർ മോദി ഇൻസൈഡ് യു എന്നാണ്. നിങ്ങളുടെ ഉള്ളിൽ ഒരു സമീർ മോദി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ലക്ഷങ്ങളും കോടികളും മുടക്കി മനോഹരമായ മോദി കെയർ ലൈഫ് സ്റ്റൈൽ സെന്റേഴ്സ്, മോദി കെയർ സക്സസ് സെന്റേഴ്സ്, ഡിസ്ട്രിബ്യൂഷൻ പോയിന്റ്സ്, ഓൺലൈൻ സർവീസ്, ടെക്നോളജി ട്രെയിനിങ്സ്, മാനേജേഴ്സ്, സ്റ്റാഫിന്, ഇതെല്ലാവരെയും നിങ്ങൾക്കായി ഞാൻ നിയോഗിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരും അവർക്ക് ശമ്പളം കൊടുക്കണ്ട, ശമ്പളം ഞാൻ കൊടുത്തോളാം. നിങ്ങൾ ഈ ഒരു മെസ്സേജ് അല്ലെ. എനിക്ക് തോന്നുന്നു ആദ്യത്തെ നെറ്റ്വർക്കർ എന്ന് പറയുന്നത് ആരെന്നറിയാമോ? ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്നത് അല്ലെ. മുക്കുവന്മാരായ ആളുകളെ പിടിച്ച് സുവിശേഷം പ്രസംഗിക്കുന്ന വിശുദ്ധന്മാരാക്കി മാറ്റി. ശരിയല്ലേ? ഒരുപാട് ആളുകൾ അങ്ങനെ രക്ഷപ്പെട്ടു. ഞാനും അത്തരത്തിൽ രക്ഷപ്പെട്ട ഒരു പാവം പഠിക്കാരനാണ്. ഇന്ന് മോദിക്കൽ ഗ്ലോബൽ റിട്ടയർമെന്റ് ഡയറക്ടറാണ്. മോദിക്കൽ വരുന്നതിന് മുമ്പ് ചുറ്റികയും ലിവറും അതേമാതിരി പെട്രോളും ചോപ്പടിയൊക്കെ നടന്നിരുന്ന ഒരാളാണ്. എന്നെ ഇത്തരത്തിലാക്കിയത് മോദിക്കലാണ്. അപ്പോ ആദ്യത്തെ നെറ്റ്വർക്കർ ജീസസ് ക്രൈസ്റ്റ് ആണ്. പിന്നെ ഏറ്റവും നല്ല സുവിശേഷം എന്നാണ് മറ്റുള്ള ആളുകളുടെ ജീവിതം മെച്ചപ്പെടുന്നതിന് വേണ്ടിയുള്ള മെസ്സേജുകൾ, സന്ദേശങ്ങൾ അല്ലെ, ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ അവസരം, ഇത് മാക്സിമം ആളുകളോട് ഷെയർ ചെയ്യുന്നതല്ലേ ഏറ്റവും നല്ല സുവിശേഷം. ആ സുവിശേഷമല്ലേ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിയാണ്? അപ്പൊ ഞാൻ പറഞ്ഞത്, മറ്റു സ്ഥലങ്ങളിലെ ആളുകൾ വെറും ശമ്പളത്തിന് വേണ്ടി മാത്രം പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ സ്വന്തം പ്രസ്ഥാനത്തില് നമ്മുടെ നെറ്റ്വർക്ക് ഡെവലപ്പ് ചെയ്യുന്നതിന് വേണ്ടി
നമ്മുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി അല്ലെ. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റുള്ള ആളുകളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ വലിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കപ്പെടുന്നു. ശരിയല്ലേ? നമ്മൾ കൂടെ വന്നിരിക്കുന്ന ആളുകളുടെ ചെറിയ ചെറിയ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നമ്മൾ സഹായിക്കുമ്പോൾ അതുവഴി നമ്മുടെ വലിയ സ്വപ്നങ്ങൾ നമുക്ക് സാക്ഷാത്കരിക്കാൻ സാധിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഇതിപ്പോ നമ്മൾ ലീഡേഴ്സിനൊക്കെ അറിയാവുന്ന ഒരു കാര്യമാണ്. ഇതൊരു റിമൈൻഡർ മാത്രം, ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രം. പക്ഷെ അതിനോടൊപ്പം ഒരുപക്ഷെ പുതുതായിട്ട് കടന്നു വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ച് ഇത് ആളുകളുമായിട്ട് സംസാരിക്കണ്ടേ, ആളുകൾ ഇതില് സ്പോൺസർ ചെയ്യേണ്ടേ എന്നുള്ള ഒരു ഈഗോയൊക്കെ ഉണ്ടെങ്കിൽ ആ ഈഗോയോടൊക്കെ ഗോ പറയുക. കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന വരുമാനത്തിന് വേണ്ടി നമ്മൾ സമീർ മോദി സാർ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഞാൻ തരുന്നത് ഒരു ബ്ലാങ്ക് ചെക്കാണ് അല്ലെ. അതിൽ വരുമാനം എഴുതിയെടുക്കേണ്ടത് നിങ്ങൾ ഓരോരുത്തരും. വരുമാനം എഴുതിയെടുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല, നമ്മൾ പ്രവർത്തിക്കണം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെ സോപ്പ് പൊടി വിറ്റ കാര്യവും അതേമാതിരി തന്നെ എന്താണ് കാർ വിറ്റ കാര്യമൊക്കെ പറഞ്ഞു. ഇന്ന് ഇതേ സോപ്പ് പൊടി വിറ്റ് മെഴ്സിഡസ് ബെൻസ് വാങ്ങിച്ച ആളുകൾ ഇന്ത്യയിലുണ്ട്, കേരളത്തിൽ പോലും ഉണ്ടല്ലേ. അത്യാവശ്യം ഒരു 10 lakhs മാരുതി വിത്താര പ്ലസ് എന്ന് പറയുന്ന ഒരു കാറ് എനിക്കും ഓടിക്കാൻ സാധിക്കുന്നുണ്ട്. ഏതാണ്ട് ഒരു 3 ലക്ഷത്തിന് മേലെ രൂപ ഇപ്പോൾ അടുത്ത കാറ് വാങ്ങിക്കുന്നതിന് വേണ്ടിയായിട്ട് എന്റെ കാർ ഫണ്ടിൽ കിടക്കുന്നുണ്ട്. അപ്പൊ എന്തായാലും കാറും മേടിക്കുന്ന സമയത്ത് കുറച്ചും കൂടി ലക്ഷറിയുള്ള കാറ് മേടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. ഇതേമാതിരി നിരവധിയായിട്ടുള്ള കാറുകൾ വാങ്ങിച്ചവരും കാർ ഫണ്ട് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് ആൾക്കാർ ഈ പ്രോഗ്രാമിലുണ്ടല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ ഒരു മെസ്സേജ് ഈഗോയോട് ഗോ പറഞ്ഞുകൊണ്ട് ഈ ഒരു നല്ല സുവിശേഷം പരമാവധി ആളുകളിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഒരു മടിയും കാണിക്കേണ്ട ആവശ്യമില്ല. കാരണം ബിസിനസിന്റെ രീതികളും നിയമങ്ങളൊക്കെ മാറി. പണ്ടത്തെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ഒരു കറങ്ങുന്ന കസേര, ഒരു മേലൊരു പുകക്കുഴല്, ബെല്ലടിക്കുമ്പോ പ്യൂൺ ചായ ഇട്ട് വരുന്നതൊക്കെ പഴയ കാലത്തെ ബിസിനസ് അല്ലേ. ആ ബിസിനസ് ഒക്കെ ഇപ്പൊ മാറി. ഈ കാലഘട്ടത്തിൽ അതീവ സമ്പന്നരായിക്കൊണ്ടിരിക്കുന്ന ബിസിനസ് മോഡലുകൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ടെക്നോളജിയുമായിട്ട് കണക്റ്റഡ് ആണ്. ശരിയല്ലേ? സ്വന്തമായിട്ട് ഒരു ടാക്സി പോലും ഇല്ലാതെ യൂബർ ടാക്സി ലോകത്തിലെ ഏറ്റവും വലിയ ടാക്സി ശൃംഖലയായിട്ട് മാറി. സ്വന്തമായിട്ട് ഹോട്ടൽ പോലും ഇല്ലാതെ, റൂം പോലും ഇല്ലാതെ ഓയോ റൂംസ് ഇന്ന് ഏറ്റവും വലിയ ഒരു താമസ ശൃംഖലയായിട്ട് മാറി. സൊമാറ്റോയും സ്വിഗ്ഗിയും എല്ലാം അല്ലെ, കിടന്നുകൊണ്ട് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഭക്ഷണം വീട്ടിലെത്തിക്കുന്നു. അപ്പൊ ബിസിനസിന്റെ രീതികളൊക്കെ മാറി, പ്രേമങ്ങളൊക്കെ മാറി. ഇന്നിപ്പോ നേരത്തെ പറഞ്ഞ പോലെ റിസ്ക് എടുത്ത് ടെൻഷൻ അടിച്ച് ടാക്സ് അടിച്ച് കോമ്പറ്റീഷൻ ഫേസ് ചെയ്ത് പണിക്കാരുടെ പ്രശ്നങ്ങളൊക്കെ ഫേസ് ചെയ്ത് എന്തിനാണ് വെറുതെ ഹാർട്ട് അറ്റാക്ക് ഒക്കെ വെറുതെ വിളിച്ചു വരുന്നത് അല്ലെ, സ്ട്രെസ്സും ടെൻഷനൊക്കെ വിളിച്ചു വരുന്നത്. ഇതെല്ലാം സമീർ മോദി സാർ നമുക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രീ ലാൻസ് ആയിട്ട് വളരെ ഹാപ്പി ആയിട്ട് അല്ലെ, മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിച്ച് മറ്റുള്ള ആൾക്കാരുമായിട്ട് നല്ല വിശേഷങ്ങൾ പങ്കുവെച്ച് ഇടയ്ക്ക് യാത്രകളൊക്കെ പോയി അല്ലെ, അവിടെ എത്ര മനോഹരമായിട്ട് സ്ട്രെസ് ഫ്രീ ആയിട്ട് ചെയ്യാവുന്ന മനോഹരമായ ഒരു ബിസിനസ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്ന മോദി കെയർ ബിസിനസ്. ശരിയല്ലേ? നമ്മളെല്ലാവരും അത് എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാലഘട്ടത്തിലെ ഒരു ബിസിനസ് തന്നെയാണ്. അതില് ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു 4 പോയിന്റ് 1 മിനിറ്റ് കൊണ്ട് പറയാം. ഇന്നത്തെ കാലത്ത് നമ്മൾ ബിസിനസ് തിരഞ്ഞെടുക്കുമ്പോൾ ആ ബിസിനസിന്റെ സ്കോപ്പ് എന്തായിരിക്കണം, എവിടം വരെ എത്താൻ സാധിക്കും. നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് നമുക്കറിയാം, അൺലിമിറ്റഡ് ഇൻകം. അൺലിമിറ്റഡ് ഇൻകം. ഞാനിപ്പോഴും ഓർക്കുന്ന, പണ്ട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, ഒരു വലിയൊരു പ്രോഗ്രാമിൽ ഒരു ലീഡർ സംസാരിക്കുന്നു. അദ്ദേഹം വളരെ ലൈഫ് സ്റ്റൈലൊക്കെ ഉള്ള ആളാണ്. പക്ഷെ എന്തൊക്കെ പറഞ്ഞിട്ട് അതിന് വരുമാനം മാത്രം അദ്ദേഹം പറയുന്നില്ല. അപ്പൊ ഓഡിയൻസിൽ ഒരാള് ചോദിച്ചു, താങ്കളുടെ വരുമാനം എത്രയാണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, എന്റെ വരുമാനം പറഞ്ഞ് നിങ്ങൾ വിഷമിപ്പിക്കാനൊന്നും ഞാനില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചപ്പോ ഓഡിയൻസിൽ ഒരാൾ പറഞ്ഞു, സാർ വരുമാനം എന്ന് പറയണം, ഞങ്ങൾക്ക് ഇത് പ്രവർത്തിക്കുന്ന മോട്ടിവേഷൻ വേണ്ടേ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ വരുമാനം എന്ന് പറയില്ല, ഞാനൊരു ക്ലൂ തരാം. ക്ലൂ ആയിരുന്നില്ല, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ സ്വന്തം ജെറ്റ് പ്ലെയിനിലാണെന്ന് പറഞ്ഞു. നെറ്റ്വർക്ക് മാർക്കറ്റിംഗിലെ ലീഡർ പറഞ്ഞു, ഞാൻ ഇങ്ങോട്ട് വന്നത് എന്റെ സ്വന്തം വിമാനത്തിലാണ്. അപ്പൊ ആൾക്കാർ ഭയങ്കര കൈയടിയായിരുന്നു. കൈയടി തീരുന്നതിന് മുമ്പായിട്ട് അദ്ദേഹം പറഞ്ഞു, ആ വിമാനം പറന്നുയർന്നത് എന്റെ സ്വന്തം എയർപോർട്ടിൽ നിന്നാണ്, നമ്മളെ യൂസഫലി സാറിന്റെ പോലെയൊക്കെ. പത്തിരുന്നുള്ള ആളുകളൊക്കെയാണ് വിദേശ രാജ്യങ്ങളിലുള്ളത്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, എന്തുകൊണ്ടാണ് ഇവിടെ ഇന്ത്യയിൽ സംഭവിക്കാത്തത്? കാരണം ഒന്നും ആയിട്ടില്ല. 28 വർഷം മാത്രം പ്രായമായ അല്ലെ ഒരു യുവാവാണ്, പക്വതൊന്നും ആയിട്ടില്ല. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോകുന്നു, പുതിയ ഉൽപ്പന്നങ്ങൾ വരാൻ പോകുന്നു, വെയിറ്റ് മാനേജ്മെന്റ് പ്രോഡക്ട്സ് വരാൻ പോകുന്നു അല്ലെ, എയർ ടൈറ്റ് കണ്ടന്റേഴ്സ് വരാൻ പോകുന്നു, മാർക്കറ്റിംഗ് പ്ലാൻ മാറാൻ പോകുന്നു അല്ലെ. നമ്മൾ അതിന്റെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, അപ്പോൾ ഇവിടെ ഈ ബിസിനസിന്റെ സാധ്യത അൺലിമിറ്റഡ് ആണ്. രണ്ടാമത് ഞാൻ പറയാനുള്ള ഒരു കാര്യം, നമ്മൾ വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കുന്ന മേഖല ഒരു എക്സൈറ്റ്മെന്റ് ഉള്ളതായിരിക്കണം, പാഷൻ ഉള്ളതായിരിക്കണം, എന്റർടൈൻമെന്റ് ഉള്ളതായിരിക്കണം അല്ലെ. സാധാരണ ജോലി
സാധാരണ ബിസിനസ് സ്ട്രെസ്സും ടെൻഷനാണ്. ഇവിടെ എന്താണ് അല്ലെ, നമുക്ക് ഒരുപാട് എന്റർടൈൻമെന്റ് പ്രോഗ്രാമുകളുണ്ട്, ബോട്ടിങ്ങുകളുണ്ട്, കൂട്ടായ്മകളുണ്ട്, ട്രിപ്സ് ഉണ്ട് അല്ലെ, വലിയ വലിയ വേദികളിൽ നമുക്ക് കൈയടി കിട്ടുന്നു, നമ്മളൊരു എന്താണ് ഒരു സ്റ്റാർ ആയിട്ട് മാറുന്നു, സൂപ്പർ സ്റ്റാർ ആയിട്ട് മാറുന്നു, ശരിയല്ലേ? അപ്പൊ ഇവിടെ നമുക്കൊരു പാഷൻ ഉണ്ട്, ഒരു സ്പിരിറ്റ് ഉണ്ട്, ഒരു ബിസിനസ്മാൻ സ്പിരിറ്റും ഒരു ഒരു എന്താണ് സ്പോർട്സ്മാൻ സ്പിരിറ്റും ഉണ്ട്. ഇവിടെ ഒരുപാട് അംഗീകാരം നമുക്ക് കിട്ടുന്നു. അപ്പൊ ഇവിടെ നമ്മൾ വളരെ പാഷനേറ്റ് ആണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് വരുമാനത്തിന്റെ സാധ്യത വലുതായിരിക്കണം, നമുക്ക് അവിടെ പാഷൻ എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. മൂന്നാമത് പറയുന്നത് നമ്മുടെ ബിസിനസ് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കണം. എന്നാൽ സ്കെയിലപ്പ് നമ്മളുടെ അധ്വാനത്തെ നമുക്ക് ലിവറേജിലേക്ക് എത്തിക്കാൻ സാധിക്കണം അല്ലെ, ഡ്യൂപ്ലിക്കേഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ എന്നൊക്കെ പറയും. മോദിക്കേർ എളമക്കര എന്ന് പറയുന്ന കൊച്ചിയിലെ എളമക്കര എന്ന് പറയുന്ന കൊച്ചു സ്ഥലത്ത് നിന്ന് താമസിച്ച സാധാരണക്കാരനായ എന്റെ ബിസിനസ് ഇന്ന് ഹൈദരാബാദിലുണ്ട്, ബാംഗ്ലൂരുണ്ട്, ലക്ഷദ്വീപിലുണ്ട്, ഗുജറാത്തിലുണ്ട്. ഞാൻ കണ്ടിട്ട് പോലും ഇല്ലാത്ത ആളുകൾ അവരുടെ വീട്ടിൽ മോദിക്കേറിന്റെ പേസ്റ്റ് ഉപയോഗിച്ച് പല്ല് തേക്കുമ്പോൾ, വാഷിംഗ് പൗഡർ ഉപയോഗിച്ച് തുണി വാഷ് ചെയ്യുമ്പോൾ വീട്ടിൽ വരുമാനം വരുന്നു. ഇവിടെ ഇരിക്കുന്ന ഓരോ ലീഡേഴ്സിനും അനുഭവം അല്ല, ശരിയല്ലേ? അപ്പൊ നമ്മുടെ ബിസിനസ് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. മറ്റു മേഖലയിൽ ഒരു ഏരിയയിൽ കട ഇട്ട് കഴിഞ്ഞാൽ ആ ഏരിയയിലുള്ള ആൾക്കാരായിരിക്കും നമ്മുടെ വരുമാനം നിശ്ചയിക്കുന്നത്. ലിമിറ്റഡ് ഇൻകം അല്ല, ഇവിടെ അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ട് ലാസ്റ്റ് പോയിന്റ്, ഇനി വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കുമ്പോൾ ആ മേഖല ടെക്നോളജി സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. അല്ലെങ്കിൽ അവിടെ ബിസിനസ്സിൽ നമുക്ക് സർവൈവ് ഉണ്ടാവില്ല, സർവൈവ് ചെയ്യാൻ നമുക്ക് സാധിക്കില്ല, നമ്മൾ അടിച്ചു പോകും, പഴയ ദിനോസറസ് പോലെ. നമ്മൾ അപ്ഡേറ്റഡ് ആയില്ലെങ്കിൽ ഔട്ട്ഡേറ്റഡ് ആയി പോകും എന്ന് പറയും. പക്ഷെ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ടെക്നോളജി ഉപയോഗിക്കുന്ന നമ്മളാണ് അല്ലെ, ആ ടെക്നോളജിയുടെ ഒരു ഭാഗമായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ കൂടിയിരിക്കുന്നത്, ശരിയല്ലേ? സൂം മീറ്റിംഗ്. അപ്പോൾ നമ്മളായിരിക്കുന്ന മേഖലയിൽ സ്കോപ്പ് വലുതായിരിക്കണം, അത് അവിടെ പാഷൻ ഉണ്ടായിരിക്കണം, എക്സൈറ്റ്മെന്റ് ഉണ്ടായിരിക്കണം, അത് നമുക്ക് സ്കെയിലപ്പ് ചെയ്യാൻ സാധിക്കണം, ടെക്നോളജി സപ്പോർട്ട്, ഇതെല്ലാം ഒന്നിച്ചു ചേരുന്ന ഈ കാലഘട്ടത്തിന്റെ മനോഹരമായ ബിസിനസ്സിലായിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. അപ്പോൾ ഞാൻ പ്രോഗ്രാം നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. ശക്തമായ സ്വപ്നത്തോടുകൂടി, ആഗ്രഹത്തോടുകൂടി മുന്നോട്ട് പോവുക. വലിയ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും. ഒരുപാട് ആളുകൾ ലക്ഷ്യങ്ങൾ ഫുൾഫിൽ ചെയ്ത് കൊടുക്കാൻ നമുക്ക് സാധിക്കും. എല്ലാവരും വേണ്ടി തയ്യാറാകുക, മാറ്റങ്ങൾക്കായിട്ട് തയ്യാറെടുക്കുക. എല്ലാവർക്കും വിജയാശംസിക്കുന്നു. നന്ദകുമാർ സാറ് യാത്രയിലായിരിക്കും എന്ന് പറഞ്ഞിരുന്നു, അതുകൊണ്ട് സാറിന് പ്രത്യേകം നന്ദി പറയുന്നു, എല്ലാ ലീഡേഴ്സിനും നന്ദി പറയുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. ജയ് മോദിക്ക്. താങ്ക് യു സർ. സൂപ്പർ പ്രസന്റേഷൻ. താങ്ക് യു.